കുറെ കാലം ഒരു ഒരു വണ്ടിയിലായിരുന്നു അല്ലെ? ഒരു വണ്ടിയിൽ ഇങ്ങനെ അല്ല, വ്യത്യസ്തമായ വെഹിക്കിളുകളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. വേറെ വേറെ വണ്ടിയിലായിരുന്നു. എല്ലാവരും വേറെ വേറെ വണ്ടിയിലാ പോയിക്കൊണ്ടിരുന്നത്. അതായത് നമ്മള് പല സ്ഥലങ്ങളിൽ നിന്ന്, പല വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒക്കെ വന്നിട്ട് നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് ഒരു വണ്ടിയിൽ കയറിയതായിരുന്നു. അല്ലെ? ഒരു വണ്ടിയിൽ കയറിയതായിരുന്നു. അപ്പൊ നമ്മളെ കയ്യില് കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ നിന്ന്, വാഹനത്തിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ ഇതിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും വേറെ വേറെ വഴികളിലേക്ക് തിരിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം വരാൻ പോവാണ്. ഓക്കെ. അടുത്ത ഒരു വാഹനത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു മേഖലയിലേക്ക്, അതായത് അടുത്തൊരു വഴികളിലേക്ക് നമ്മൾ തിരിയാൻ പോവാണ്. അപ്പോ നമ്മളെ കയ്യില് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം കേറിയപ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മള് എല്ലാ സാധനങ്ങളും നമുക്ക് ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്വരൂപിച്ചിട്ട് നമ്മൾ കേറി. യാത്ര അതിഗംഭീരവും സുന്ദരവുമായിട്ട് നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ആ യാത്രയിൽ വാങ്ങി വെച്ച സാധനങ്ങൾ, ഇപ്പൊ ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ നിന്ന് വാങ്ങി വെച്ച, അതിലുള്ള കച്ചവടക്കാരിൽ നിന്ന് വാങ്ങി വെച്ച സാധനങ്ങൾ, ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങൾ എല്ലാം നമ്മളുടെ കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ ഇറങ്ങുമ്പോൾ ഉണ്ടാവുക. ആ സന്ദർഭത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ഒരുപാട് ബന്ധങ്ങൾ സൃഷ്ടിച്ച നമ്മൾ പരസ്പരം ഉമ്മ കൊടുത്ത് സന്തോഷത്തോടു കൂടി കിസ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം. ഇത് നമുക്കൊരു പ്രത്യേക രീതിയിൽ നമുക്കിന്നത് നാളെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കി മാറ്റാൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളുടെ ദൈവം നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ആ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയവന് എല്ലാം വേണ്ട, അതിലെ കുറച്ചെങ്കിലും ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് ജീവിതത്തിൽ അവന്റെ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര തിരിക്കാനും അല്ലെങ്കിൽ എത്തിപ്പെടാനും സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സാധിക്കാത്തതായിട്ടുള്ള, മനുഷ്യന് കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതൊരു പ്രപഞ്ച സത്യമാണ്. കാരണം നമ്മളുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ആളുകളാണ്, മനുഷ്യനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നത് മനുഷ്യനാണ്. നമ്മളെപ്പോലുള്ള മനുഷ്യനാണ്. എല്ലാ പ്രയാസങ്ങളിലും പെടുന്നതും മനുഷ്യനാണ്. സന്തോഷിക്കുന്നതും പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുന്നതും എല്ലാം മനുഷ്യനാണ്. സ്വന്തം കഴിവുപയോഗിച്ചിട്ടും മറ്റുള്ളവരുടെ സഹായത്താലും എല്ലാം തന്റെ ജീവിതത്തിന്റെ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തി നേടുന്നത് മനുഷ്യൻ തന്നെയാണ്. ആ മനുഷ്യരിൽപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും, ഓരോരുത്തരും. തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വാല്യൂ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മൂല്യം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് അളക്കാൻ പറ്റുന്നത് നമ്മളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി നമ്മളെ എന്നുള്ളതാണ്. നമ്മളെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, മറ്റുള്ളവരല്ല ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളുടെ ഇന്നർ വേൾഡ് റെഡി ആയാൽ ഔട്ടർ വേൾഡ് നമ്മളുടെ കൂടെ വന്നോളും. രണ്ട് ലോകമാണ് നമുക്കുള്ളത്. ഒന്ന് ഇന്നർ വേൾഡ് ആണ്, നമ്മളുടെ ആന്തരിക ലോകമാണ്. ഒന്ന് നമ്മളുടെ ബാഹ്യ ലോകമാണ്. ഈ ആന്തരിക ലോകം റെഡിയായി കഴിഞ്ഞാൽ ബാഹ്യ ലോകം നമ്മളുടെ കൂടെ പോരും എന്നുള്ളതാണ് സത്യം. ഇത് ഇതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. ഒരു പരിധി വരെ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. അതുപയോഗിച്ചിട്ട് ഇനിയുള്ള യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ ഇനി തനിച്ച് വേറെ വേറെ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുക. ചില ആളുകൾ ജോലിയിലേക്കായിരിക്കാം, ചില ആളുകൾ വേറെ ഏതെങ്കിലും കോഴ്സിലേക്കായിരിക്കാം, ചില ആളുകൾ വേറെ ഏതെങ്കിലും യാത്രയിലേക്കായിരിക്കാം. എന്താണ് എന്ന് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. ചില ആളുകൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ
ഇനിയുള്ള യാത്ര സുഗമമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ കാര്യം. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 4 4 വാക്കുകളാണ്. 4 വാക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഒരു വാഹനത്തിനുണ്ടാവുന്ന 4 ടയറുകളെ പോലെ നമുക്ക് ഉപമിക്കാം. അതേപോലെ 4 വാക്കുകളാണ്. ഒന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ. 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 അടുത്തത് എന്താണ് യൂട്ടിലൈസേഷൻ? യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര. കഴിഞ്ഞ കാര്യം നീ വിട്ടേര്. കാരണം നമുക്ക് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്ന് ഇനിയിപ്പോ അതൊക്കെ ഉണ്ടാവോ അതൊക്കെ വിട്ടേര്. അതൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞു. ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ്. അത് ആലോചിച്ചിരുന്ന് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി ഞാൻ ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിൽ എന്തെല്ലാം എനിക്ക് നേടിയെടുക്കാൻ പറ്റും? മുന്നേ നേടിയെടുത്തത് എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും? ഇതാണ്. ഇതില് ഒന്നാമത്തെ സ്ഥാനം നമ്മൾ നോക്കേണ്ട സ്ഥാനം എന്താ വെച്ചാൽ സ്കിൽ. നമ്മളുടെ സ്കിൽസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ. എത്രത്തോളം എനിക്ക് എന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും? ഇതാണ് സാധനം. എത്രത്തോളം എന്റെ കഴിവുകളെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? നമ്മൾ ആദ്യം കഴിവിനെ തിരിച്ചറിയുന്നു. നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്ന് നമ്മൾ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ മനസ്സിലാക്കി. ആ കഴിവുകളെ തിരിച്ചറിയുന്നു. അതിൽ ഇനി എത്ര ഉപയോഗിക്കാൻ, എനിക്ക് എത്രത്തോളം എന്റെ കഴിവുകളെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് യൂട്ടിലൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സാധനം എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാം? അടുത്തത് ഈ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ എന്റെ സമയത്തിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ടൈം. ടൈം. എന്റെ സമയത്തിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? ഒന്നെന്താണ് സ്കില്ല്. ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ എന്റെ സമയത്തിനെ എങ്ങനെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? രണ്ടാമത്തത് ആണ് ടൈം. മൂന്നാമത്തത് നമ്മളുടെ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. റിലേഷൻഷിപ്പ് നമ്മളുടെ ബന്ധങ്ങൾ, നമ്മൾ അധ്യാപകരായിരിക്കാം, നമ്മളുടെ ട്രെയിനേഴ്സ് ആയിരിക്കാം, നമ്മളുടെ മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കാം, അല്ലെങ്കിൽ ഇവരെ ആരൊക്കെയാണോ അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ ഗർത്തത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നമുക്ക് ഒരിക്കലും ഉയരാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വലിയൊരു ഉയരത്തിലേക്ക് നമുക്ക് കയറാൻ ചിലപ്പോ ആരെങ്കിലും ഒരു സഹായം, ഒരു കൈപ്പിടി സഹായം നമുക്ക് ആവശ്യമുണ്ടാവും. ആ സഹായം നമുക്ക് ആരെ ഉപയോഗപ്പെടുത്താൻ പറ്റും? എന്റെ ബന്ധങ്ങളെ എനിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്റെ ബന്ധങ്ങളെ എനിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? ഇതാണ് മൂന്നാമത്തെ സാർ. നാലാമത്തത് മണി, പണം. എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ എന്റെ ആശ്രിതർ എനിക്ക് വേണ്ടി തരുന്ന പണം എങ്ങനെ എനിക്ക് എന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഈ 4 സാധനങ്ങളെ ഇത് 4ഉം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതാണ്. എന്താ കാരണം? സ്കില്ല് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ദൈവം തന്നിട്ടുണ്ട്. ഡെവലപ്പ് ചെയ്താൽ മതി. ടൈമും നിങ്ങൾക്ക് ഓൾറെഡി ദൈവം തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചാൽ മതി. റിലേഷൻഷിപ്പ് നമ്മൾ പല രീതിയിലായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കുക. വിട്ടുവീഴ്ച ചെയ്ത്, ഫോർഗീവ് ചെയ്ത്, അവരോട് നമ്മള് മാപ്പ് പറയാതെ മാപ്പൊക്കെ പറഞ്ഞ് ഒന്ന് ക്ലിയർ ആക്കി, വളരെ ആ റൂട്ട് ക്ലിയർ ആക്കിയിട്ട് ആ റിലേഷൻഷിപ്പിനെ ഇനി നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഉടഞ്ഞു നിൽക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു തുറന്നു വെച്ച പുസ്തകം പോലെയാണ്. അത് ക്ലോസ് ചെയ്യാൻ നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും. അത് നമ്മളെപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് എടുത്തുകൊണ്ടിരിക്കും. കാരണം നമ്മളുടെ ടേബിളിൽ കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ തുറന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ വൃത്തികേടാക്കിയിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇട്ടാൽ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ അതെല്ലാം കൂടെ കാണുമ്പോഴേ ഒരു വൃത്തി ഉണ്ടാവും, ഒരു സുഖം ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക, ഒക്കെ നീട്ടി വെച്ച്
പ്രോക്രാസ്റ്റിനേഷൻ ചെയ്ത് ഇങ്ങനെ നീട്ടി വെച്ച് അത് പിന്നെ ചെയ്യാം, ഇത് പിന്നെ ചെയ്യാം, അത് പിന്നാക്കാം, അത് അങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ അത് അപ്പപ്പോ ക്ലോസ് ചെയ്യാം. അപ്പൊ ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ അതിനൊരു ഡേറ്റ് വെക്കുക. അപ്പൊ അതേപോലെ നമ്മളുടെ ബന്ധങ്ങളെ എവിടെയെങ്കിലും മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മളെ കാരണത്താലാണെങ്കിലും അവരെ കാരണത്താലാണെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നല്ല രീതിയിൽ ആ ബന്ധങ്ങളെ ക്ലിയർ ചെയ്യുക. അത് ക്ലിയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഉള്ളിൽ എനർജി എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ബ്ലോക്ക് മാറും. അപ്പൊ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉയരാൻ പറ്റും. ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പണം നമ്മളെ കയ്യിൽ കുറെ പണമൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ പണം നമ്മളെ കയ്യിലുണ്ടാവും. അത് നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് സ്വർണ്ണോ ഒക്കെ ഉണ്ടാവും. നല്ല വിലയുള്ള സമയമാണ്. പഠിക്കാൻ വേണ്ടിയിട്ട്, എന്നെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആളുകൾ പറയും, "ഇതിന് പൈസ ഒന്നുമില്ല സാറേ. പഠിക്കാൻ ഫീസ് അടക്കാൻ പൈസ ഇല്ല. അല്ല ഇതില്ല" എന്നൊക്കെ പറയും. കയ്യില് മോതിരം ഉണ്ടാവും, വള ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോ നമ്മള് ഈ വള ചിലപ്പോ അല്ലെങ്കിൽ മോതിരം ചിലപ്പോ ഒരു ടൂർ പോകുമ്പോ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അല്ല എന്നുണ്ടെങ്കില് അത് ചിലപ്പോ ഹസ്ബൻഡ് എന്തെങ്കിലും കുടുക്ക് വന്നപ്പോ എടുത്തിട്ട് പണയം വെച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവില്ല. അതിന്റെ പേരിലായിരിക്കും പിന്നീട് അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ മേക്ക് ചെയ്യാൻ അത് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുക. ഇങ്ങനെ ഈ 4 സാധനങ്ങളെ നിങ്ങൾ ആഞ്ഞു പിടിച്ചാൽ നിങ്ങൾക്ക് ഇനിയുള്ള യാത്രയിൽ അതിഗംഭീരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഞാൻ ഇതിൽ ഏത് ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും മികച്ചതാവാൻ സാധിച്ചത്? ശ്രദ്ധിക്കണേ. ഞാൻ ഇതില് എന്റെ എന്തെല്ലാം ഈ 4ഉം ഒരുപോലെ ഉപയോഗിച്ചപ്പോഴാണോ? അതോ എനിക്ക് സന്തോഷം കിട്ടിയതും, എനിക്ക് എന്റെ ജീവിതം ഏറ്റവും മികച്ചതായതും എല്ലാം ഞാൻ ഇതിൽ ഏത് ഉപയോഗിച്ചപ്പോഴാണ്? ഏത് ഉപയോഗിച്ചപ്പോഴാണ്? എന്റെ സമയം ഉപയോഗിച്ചപ്പോഴാണോ? എന്റെ സ്കിൽ ഉപയോഗിച്ചപ്പോഴാണോ? എന്റെ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചപ്പോഴാണോ? എന്റെ മണി ഉപയോഗിച്ചപ്പോഴാണോ? ഇത് എന്താണ്? എന്തുപയോഗിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മികച്ചതാവാൻ സാധിച്ചത്? ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. എന്താണ്? റിപ്പീറ്റേഷൻ. ദ നെക്സ്റ്റ് വേർഡ് ഈസ് റിപ്പീറ്റേഷൻ. എന്താണ് ഫസ്റ്റത്തെ എന്താണ്? ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു യൂട്ടിലൈസേഷൻ. യൂട്ടിലൈസേഷൻ. രണ്ടാമത്തെ എന്താണ്? റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ. യെസ്. അതായത് അതിനെ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ വിജയിച്ച ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്തപ്പോഴാണോ വിജയിച്ചത്, അതിനെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മള് ആദ്യത്തിനെ ചെയ്തു, അത് വിജയിച്ചൊക്കെ ചെയ്തു. പക്ഷെ അത് ഇട്ട് ഒഴിവാക്കിയിട്ട് പുതിയതിനെ തേടി ഇങ്ങനെ പോകും. പുതിയ പുതിയ സംഭവം തേടി പോകും. പുതിയ പുതിയ സംഭവം തേടി പോവാതെ ഞാൻ എന്റെ ജീവിതത്തിൽ എന്താണ് ഉപയോഗിച്ചപ്പോഴാണ്, എന്ത് ചെയ്തപ്പോഴാണ് വിജയിച്ചത്, അതിനെ വീണ്ടും ചെയ്താൽ വിജയിക്കും. എന്റെ റിലേഷൻഷിപ്പ് നല്ലതായിരുന്ന സമയത്ത് എനിക്ക് നല്ല വിജയം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു, എന്റെ എല്ലാം ഉഷാറായിരുന്നു. യെസ്, ഞാൻ വീണ്ടും അതിനെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകും. നമ്പർ 1, എന്റെ ടൈം, എന്റെ സമയത്തിനെ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് ഉപയോഗപ്പെടുത്തിയപ്പോ എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഈ സമയം തന്നെ ധാരാളമായിരുന്നു. വളരെ കൃത്യമായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് അപ്പോഴും എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും എനിക്ക് എന്റെ വാല്യൂ ഉണ്ടാക്കാനും എനിക്ക് ഒരു വില ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചിരുന്നു. എനിക്ക് പരിഗണന കിട്ടിയിരുന്നു. യെസ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? വീണ്ടും എന്റെ സമയത്തിനെ ഞാൻ ഓർഡർ ആക്കിയിട്ട് ഉപയോഗപ്പെടുത്തും. സ്കിൽ, എനിക്ക് കുറെ സ്കില്ലുകൾ ഉണ്ട്. എനിക്ക് ഏതോ ഒരു സ്കിൽ ഉപയോഗിച്ചപ്പോഴാണ് ഏറ്റവും നന്നാവാൻ പറ്റിയത്. ആ സ്കില്ല് ഏതാണോ ആ സ്കില്ല് വീണ്ടും പൊടി തട്ടി സെറ്റ് ചെയ്തെടുക്കുക. അതിനെ കൂടുതൽ 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്റെ പണം ഉപയോഗിച്ച് ഞാൻ പഠിച്ചപ്പോ അല്ലെങ്കിൽ എന്റെ പണം ഇന്ന രീതിയിൽ ഞാൻ ഉപയോഗപ്പെടുത്തിയപ്പോ എനിക്ക് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായി. ആ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള പണത്തെയും അതുപോലെയുള്ള കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുക. ഇതാണ് റിപ്പീറ്റേഷൻ. എന്റെ റിലേഷൻഷിപ്പ്, എനിക്ക് ആദ്യ കാലങ്ങളിൽ ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ നിന്ന സമയത്ത് എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എന്റെ ജീവിതം നല്ല രീതിയിൽ പോയിരുന്നു. എനിക്ക് എല്ലാവരും പരിഗണന തന്നിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വാല്യൂ ക്രിയേറ്റ് ആയിരുന്നു. എനിക്ക് വാല്യൂ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതെല്ലാം അങ്ങനെ ഈ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു മടുപ്പ് വരും. മടുപ്പ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താ ഇപ്പൊ എന്നും ഇതന്നെ ചെയ്യണെ? നമുക്കൊരു മടുപ്പ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല്, അതിനെ ഒന്ന് ഭംഗി കൂട്ടണം.
ഭംഗി കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡിഫിക്കേഷൻ, ഒരു ബ്യൂട്ടിഫിക്കേഷൻ വരുത്തണം. എന്താണ് അടുത്ത വേർഡ്? എന്താണ്? ബ്യൂട്ടിഫിക്കേഷൻ. ബ്യൂട്ടിഫിക്കേഷൻ. യെസ്, ബ്യൂട്ടിഫിക്കേഷൻ. ഭംഗി കൂട്ടണം. ഭംഗി കൂട്ടണം. അതായത് നമ്മൾ ഒന്നും കൂടെ പോളിഷ് ചെയ്തെടുക്കണം. നമ്മൾ കണ്ടില്ലേ, നമ്മളെ വീട് തന്നെയാണ്. എന്നും ഇങ്ങനെ ആ പഴയ പെയിന്റും അതേപോലെ പഴയ രൂപത്തിലും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ട് ഇങ്ങനെ മടുക്കും. അപ്പൊ നമ്മളൊന്ന് എന്ത് ചെയ്യും? ഒന്ന് പെയിന്റ് അടിക്കും. ഇപ്പൊ നമ്മൾ നോമ്പൊക്കെ വരുമ്പോ എന്താ ചെയ്യാ? എല്ലാം പഴയ സാധനമാണ്. കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് വരുന്നതിന് മുന്നേ പൊടി തട്ടി വൃത്തിയാക്കി വെച്ചതാണ്. അതൊന്നും കൂടെ എടുത്ത് പൊടി തട്ടി വീണ്ടും വൃത്തിയാക്കി വെക്കും. അപ്പൊ എന്താ? നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടുകയാണ്. അല്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഒക്കെ ഒന്ന് പുതിയതാവും അല്ലേ? ഇതേപോലെ വേറൊന്നും ഇതിലില്ല. വേറൊന്നുമില്ല. അതേപോലെ ബ്യൂട്ടിഫിക്കേഷൻ വരുത്തുക. അന്ന് ഞാൻ എന്താ ചെയ്തത്? എന്നും ഞാൻ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. ആ കറി നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനൊരു ഭംഗി കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? മേലെ കൂടെ കുറച്ച് മല്ലിച്ചപ്പോ എന്തേലുമൊക്കെ ഇട്ടിട്ട് ഇലകളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ഭംഗി കൂട്ടി. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫിക്കേഷൻ. ബ്യൂട്ടിഫിക്കേഷൻ. പഴയ ഡ്രസ്സാണ്. അതെനിക്ക് നല്ല ഫിറ്റാണ്. നല്ല ഇതുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ എന്താ പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനൊരു ചെറിയ കീറല് വന്നു ജീൻസിന്. അപ്പൊ ഇനി എന്താ ചെയ്യാ? നമ്മൾ അപ്പുറത്തൊരു കീറല് കൊടുത്തിട്ട് അതൊരു ബ്യൂട്ടിഫിക്കേഷൻ, അതൊരു മോഡിഫിക്കേഷൻ നടത്തിയിട്ട് അതിനത് ഭംഗി കൂട്ടി. ദാറ്റ് ഈസ് ദ ബ്യൂട്ടിഫിക്കേഷൻ. ചെയ്യണ കാര്യം തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണ കാര്യമാണ്. മടുപ്പ് വന്നപ്പോ അതിനൊന്ന് വേറെ രീതിയിലാക്കി. എന്നും ഞാൻ നടന്നു പോവാണ്, നടക്കുന്നുണ്ട്. എന്നും എന്റെ ആരോഗ്യത്തിന് വേണ്ടി നടക്കുന്നുണ്ട്. എന്നും ഇങ്ങനെ നടക്കുന്നത് ഒരേ സ്റ്റൈൽ. അപ്പൊ ഒന്ന് കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നടന്നിട്ട് അതിനെ കുറച്ചും കൂടെ ആവേശം ഉണ്ടാക്കി മാറ്റുന്നതാണ് ബ്യൂട്ടിഫിക്കേഷൻ. ഒരു ഭംഗി കൂട്ടി. ഇതാണ് ബ്യൂട്ടിഫിക്കേഷൻ. വേറെ ഒന്നുമില്ല. ഇങ്ങനെ നടത്തുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഒരു ആവേശം കിട്ടും. അത് കഴിയുമ്പോ അടുത്ത വാക്കാണ് ഒപ്റ്റിമൈസേഷൻ. എന്താണ് ഒപ്റ്റിമൈസേഷൻ? ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ. യെസ്, ഒപ്റ്റിമൈസേഷൻ. എന്താണ് ഒപ്റ്റിമൈസേഷൻ? ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കിണറ് കുഴിക്കുന്നത് പോലെ. ഒരു കിണറ് കുഴിക്കുന്നത് പോലെ. എന്താണ് കിണറ് കുഴിക്കുക? ആദ്യത്തെ നമ്മൾ പറഞ്ഞ യൂട്ടിലൈസേഷൻ. എന്താ യൂട്ടിലൈസേഷൻ? നമ്മൾ ഈ കരിമ്പ് ജ്യൂസ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുമ്പോ അവര് ആദ്യം ഒരു തണ്ടിടും. ആ തണ്ടിട്ടിട്ട് അതിന് മാക്സിമം ജ്യൂസ് വരും. നമ്മളൊരു ജ്യൂസേ ഓർഡർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ ഒരു ജ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യില്ല? ആ തണ്ടിനെ ഒഴിവാക്കില്ല. വീണ്ടും എന്ത് ചെയ്യും? അതിലേക്ക് ഇടും. വീണ്ടും ഇടും. അങ്ങനെ ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം ഇട്ടിട്ട് അത്രയും അതിനെ നെക്കി പിഴിഞ്ഞെടുത്തിട്ട് അതിന് ഏറ്റവും നല്ല അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് തന്നെ നമുക്ക് ജ്യൂസ് തരും. കാരണം അതാണ് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുള്ളൂ. അതാണ് യൂട്ടിലൈസേഷൻ. അതായത് മാക്സിമം നമ്മളെ ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മളെ ഈ സാധനങ്ങളൊക്കെ മാക്സിമം എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്നാൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കിണർ കുഴിക്കുന്നത് പോലെ ആഴത്തിൽ കുഴിച്ചു നോക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ എന്തെങ്കിലും എന്റെ കയ്യിൽ ഇനിയുണ്ടോ? ഉണ്ടെങ്കിൽ അതിനും പുറത്തെത്തുക. ഇതാണ് ഒപ്റ്റിമൈസേഷൻ. ആ ഒപ്റ്റിമൈസേഷൻ ചെയ്യുക, വീണ്ടും അതിനെ യൂട്ടിലൈസ് ചെയ്യുക, ആ ഒപ്റ്റിമൈസ് ചെയ്ത് കിട്ടിയ സാധനത്തിനെ യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇപ്പൊ ഞാൻ 4 സാധനം പറഞ്ഞു. സ്കില്ല് ഇങ്ങനെ 4 പറഞ്ഞു. ഈ നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വീണ്ടും എന്തെങ്കിലും സാധനം ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ കിട്ടും. അതിനെ വീണ്ടും യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഇത് വേറെ റിസൾട്ട് കിട്ടും. അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ബ്യൂട്ടിഫിക്കേഷൻ നടത്തുക. വീണ്ടും ഒപ്റ്റിമൈസേഷൻ ചെയ്യുക. ഈ സർക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഓരോ കറക്കം കറങ്ങുമ്പോഴും യു will become more better and better. ബെറ്റർ ആൻഡ് ബെറ്റർ. അങ്ങനെ കുറച്ച് കഴിയുമ്പോ നിങ്ങൾ എന്തായി മാറും? നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ മേഖലയിൽ, നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ മാറും. അപ്പൊ നിങ്ങൾക്ക് എന്താവും? നിങ്ങൾക്കൊരു വാല്യൂ ക്രിയേറ്റഡ് ആവും. ആ വാല്യൂ ആണ് പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ 4 വേർഡ് നമ്മളുടെ ബാഗേജിൽ നിന്ന് ഒഴിവാക്കാതെ നമ്മളുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഒരിക്കലും നിങ്ങൾ ഇതിനെ തടയാൻ പാടില്ല. ഇത് വളരെ മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കിണർ കുഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആഴത്തിൽ കുഴിക്കുമ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഏറ്റവും ആഴത്തിൽ കുഴിക്കുമ്പോഴാണ് വെള്ളം കിട്ടുന്നത്. ആ ആഴത്തിൽ കുഴിക്കുന്ന പണിയുടെ പേരാണ് ഒപ്റ്റിമൈസേഷൻ. നമ്മൾ കുറച്ച് കളച്ചു കഴിഞ്ഞപ്പോ നമ്മളുടെ മണ്ണിന്റെ കളർ മാറി, രൂപം മാറി. കുറച്ചും കൂടെ കളച്ചപ്പോ അടുത്ത ഒരു സ്റ്റേജിലേക്ക് എത്തി.
അടുത്ത സ്റ്റേജിലേക്ക് എത്തി. അങ്ങനെ അവസാനമാണ് നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ള വെള്ളം ലഭിക്കുന്നത്. ഇതേപോലെ നമ്മളെ കിളച്ചുകൊണ്ടിരുന്നാൽ, നമ്മളെ വീണ്ടും വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ, നമ്മളിൽ ഒരുപാട് സാധനങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അതിന്റെ ഓരോന്നോരോന്ന് പുറത്തേക്ക് വരുന്നു. അതിനെ എടുത്തിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. ആ യൂട്ടിലൈസേഷനെ റിപ്പീറ്റ് ചെയ്യുന്നു. അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മടുപ്പ് തോന്നുമ്പോൾ അതിനെ ബ്യൂട്ടിഫിക്കേഷൻ വരുത്തുന്നു. ആ ബ്യൂട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മളെ ഒരു ഒരു ചക്രത്തിൽ ഇട്ടിട്ട് കറക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ യു ക്യാൻ ബിക്കം ബെറ്റർ ആൻഡ് ബെറ്റർ. നമ്മളെന്ത് ചെയ്യും? ഏറ്റവും മികച്ചതാവും. ആ ഏറ്റവും മികച്ചതിനാണ് എപ്പോഴും നമ്മൾ വാല്യൂ ഉണ്ടാവുക. ഏറ്റവും മികച്ചതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവുക. ആ വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ 4 വാക്ക് നിങ്ങളുടെ ബാഗേജിൽ, നിങ്ങളുടെ കയ്യിൽ ഏത് സമയത്തും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബ്രെയിനിന്റെ ടോപ്പ് ഓഫ് ദ ബ്രെയിനിൽ ഏത് സമയത്തും ഉണ്ടായിരിക്കണം. നിർബന്ധം. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് നിങ്ങളാവണമെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളായിട്ട് പെരുമാറണമെങ്കിൽ, നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും മികച്ചതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഈ പണി നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമ്മൾ പല മേഖലയിലേക്കും പോവാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതിലേക്കും നമ്മൾ പോവാന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് കുറച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും നമ്മുടെ അടുത്ത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തെടുക്കണം. എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്? എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും? എന്റെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഇത് നമ്മൾ എഴുതി നോക്കണം. ഞാൻ എപ്പോഴും പറയും എഴുതി നോക്കണം. നമ്മള് ഇപ്പൊ കോഴ്സ് കഴിയും നമ്മൾ പറയും ജോലി ജോലി. ആർക്കാണ് ഈ ജോലി കിട്ടുക നിങ്ങൾക്കറിയോ? ജോലി ആർക്കാ കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ. ജോലി പൈസ അടച്ചോനോ അല്ല, അല്ലെങ്കിൽ ഫാമിലിയുടെ അവന്റെ വലിയ വലിയ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ടോ ഒന്നുമല്ല നല്ല ജോലി കിട്ടുക. എപ്പോഴാണ് നല്ല ജോലി കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാള് ഒരാള് ഇങ്ങനെ ഒരാള് ഇവിടെ നിന്ന് വളരെയാണ് എങ്ങനെ മുകളിലേക്ക് അയാളുടെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഹൈ ഹൈ അതായത് എന്തോ അത് ഏറ്റവും ഹൈ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ബട്ട് അയാളുടെ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഗ്രോത്ത് ഈസ് വെരി ലോ. ഈ ഗ്യാപ്പാണ് അവന്റെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റിംഗ് വാല്യൂ ഈ ഗ്യാപ്പാണ്. ഇതാണ് തീരുമാനിക്കുന്നത്. ഇത് തീരുമാനിക്കും അവന്റെ ജോലിന്റെ പെർഫോമൻസ്, ജോലിയിൽ നിൽക്കുന്നത് എല്ലാം അത് തീരുമാനിക്കാം. എന്താ കാരണം? നല്ല ക്വാളിഫിക്കേഷൻ, പക്ഷേ നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് കയ്യിൽ. പക്ഷേ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ വളരെ കുറവാണെങ്കിൽ അയാൾക്ക് ജോലി കിട്ടില്ല എന്ന് മാത്രമല്ല, കിട്ടാൻ പ്രയാസമാണെന്ന് മാത്രമല്ല, കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലി നിൽക്കാൻ സാധിക്കില്ല. നിന്നാൽ തന്നെ അവിടെ അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. അയാൾക്കതൊരു ജോലി ഭാരമായിരിക്കും. എല്ലാം സംഭവിക്കും. എന്നാൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെതായ രൂപത്തിൽ ഒരാൾക്ക് നടന്നതാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ കൂടെ അയാളുടെ തൊട്ടടുത്ത് കൂടെ, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് കൂടെ എന്ത് ചെയ്യാണ്? അതേ ലെവലിൽ എന്ത് ചെയ്യാണ്? ഇന്റേണൽ ട്രാൻസ്ഫോർമേഷനും കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് സൂപ്പറാണ്. നല്ല അടിപൊളിയല്ലേ? ഇതാണ് നമ്മളിൽ സംഭവിക്കുന്ന സാധനം. നമ്മൾ കുറെ പഠിക്കും. അതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പരീക്ഷക്കൊക്കെ ഭയങ്കര മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ പെർഫോമൻസ് ലെവലിൽ നോക്കുമ്പോൾ അയാൾ ഭയങ്കര വീക്ക് ആയിരിക്കും. നമ്മൾ കരുതും അവളൊക്കെ നല്ല പഠിച്ചിരുന്നല്ലോ, അവൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ജോലി കിട്ടി അവള് നിർത്തി പോന്നു. ചില ആളുകൾക്ക് 10ാം ക്ലാസ് വരെ
നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങട്ട് കുറഞ്ഞു. ചില ആളുകൾ പ്ലസ് ടു വരെ നല്ലോണം പഠിച്ചിരുന്നു. പിന്നെ വീക്കായി. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അയാളുടെ എഡ്യൂക്കേഷന്റെ കൂടെ അയാളുടെ കൂടെ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുപോകാൻ കഴിയാതിരുന്നാൽ അയാളുടെ വളർച്ച മുരടിക്കും. മുരടിക്കും. ഇതാണ് നമ്മുടെ ഉള്ളിലൊക്കെ സംഭവിക്കുന്നത്. ആർക്കാണല്ലോ ജോലി കിട്ടുക? ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ എത്രത്തോളം ഉണ്ടാക്കിയോ അയാൾക്ക് ജോലി കിട്ടും. മേ ബി ചിലപ്പോ അയാളുടെ ഓക്കെ ക്വാളിഫിക്കേഷൻ പോലും ഒരു പരിധി വരെ പ്രോബ്ലം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. പക്ഷെ അയാൾക്ക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചൊരു ജോലിയെ കിട്ടുള്ളൂ. എന്നാലും അയാളുടെ ജോലിക്ക് തടസ്സം ഉണ്ടാവില്ല. ആളുകൾക്ക് പരിഗണിക്കാൻ തടസ്സം ഉണ്ടാവില്ല. ആളുകളെ ഇഷ്ടപ്പെടാൻ തടസ്സം ഉണ്ടാവില്ല. ഇതൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഹൈ ലെവലായിരിക്കും. അത് അയാളെ ഏറ്റവും മികച്ചതാക്കും. ആ സാധനം ഉണ്ടാകും. ദാറ്റ് ഈസ് ദ ഇന്നർ വേൾഡ്. ആ ഇന്നർ വേൾഡ്. ആ ഇന്നർ വേൾഡ് ക്രിയേറ്റ് ആവുമ്പോ അടിപൊളിയാവുമ്പോ അതായത് സൂപ്പർ ആവുമ്പോ അതിന്റെ കൂടെ ഔട്ടർ വേൾഡ് നമ്മളെ കൂടെ വരും. ആരൊക്കെ നമ്മളെ എതിർത്ത് നിന്നോ അവരെല്ലാം നമ്മളെ ചേർത്ത് നിർത്താൻ തുടങ്ങും. നമ്മൾ ആരോടൊക്കെ നമ്മൾ സ്നേഹം വേണം എന്ന് ആഗ്രഹിച്ചിരുന്നോ, അത് അവകാശപ്പെട്ടിരുന്നോ, കിട്ടാതിരുന്നോ, അതെല്ലാം നമ്മൾ അവകാശപ്പെടാതെ നമ്മളിലേക്ക് വന്നു ചേരും. ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുക? ഇറ്റ് ബിക്കം ഓൺലി എന്താണ് എപ്പോഴുണ്ടാവുക? ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹയർ. ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഹയർ ലെവലിൽ എത്തുമ്പോൾ മാത്രമേ അത് സംഭവിക്കൂ. അത് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളെ ചെക്ക് ചെയ്യാൻ വേറൊരു പോലീസോ ഒരു ട്രാഫിക്കോ അതിനൊരു ഉദ്യോഗസ്ഥനൊന്നും ആക്കിയില്ല. നമ്മളെ ചെക്ക് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആള് നമ്മളാണ്. ഒരു പുസ്തകം, ഒരു പേപ്പറും ഒരു പെന്നും എടുക്കുക, എഴുതി നോക്കുക. എഴുതി നോക്കുക. ഞാൻ ആദ്യം എവിടെയായിരുന്നു? ഇപ്പൊ ഞാൻ എവിടെയാണ്? എനിക്ക് എന്തെല്ലാം കാര്യങ്ങളെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്? എന്തെല്ലാം രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്നുണ്ട്? ആരോടൊക്കെ എനിക്ക് പുറത്തു കൊടുക്കാൻ കഴിയുന്നുണ്ട്? എന്തെല്ലാം വിട്ടുവീഴ്ചകൾക്ക് എനിക്ക് തയ്യാറാവാൻ സാധിക്കുന്നുണ്ട്? അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളതൊക്കെ നമ്മളെ ഉള്ളിലേക്ക് വരും. നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ എല്ലാം എന്തെല്ലാമാണോ നമ്മൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് ഇറങ്ങി വിട്ടുപിരിഞ്ഞു പോകുമ്പോ നമ്മളെല്ലാവർക്കും കൊടുക്കുന്ന സന്തോഷത്തോടു കൂടി കൊടുക്കുന്ന സാധനമാണ് കിസ്. കിസ്. കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KISS. കിസ്. കിസ് അല്ല. കിസ്. ഉമ്മ എന്ന് നമ്മൾ പറയും. നമ്മളെ ചെറിയ കുട്ടി അല്ലെങ്കിൽ നമ്മളെ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോ നമ്മൾ കൊടുക്കേണ്ടത്, കൊടുക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, കൊടുക്കേണ്ടതാണ് ഉമ്മ. തിരിച്ചു വരുമ്പോ നമ്മൾ കൊടുക്കലുണ്ടോന്ന് എനിക്കറിയില്ല, കൊടുക്കേണ്ടത് ഉമ്മയാണ്. ചായ കൊടുക്കുന്നതിന് മുന്നേ കൊടുക്കേണ്ടത് നിങ്ങളെ കുട്ടിക്ക് നിങ്ങളൊരു ഉമ്മയാണ്. അത് നിങ്ങളായിട്ടും ഭയങ്കര കണക്ഷൻ ഉണ്ടാക്കും. ഇതൊരു ഭയങ്കര സാധനമാണ്. അതേപോലെ നമ്മൾ പോകുമ്പോ ഇതിന് കഴിഞ്ഞു പോകുമ്പോ നമ്മള് തരാൻ പോണ എല്ലാവരും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇനി വേറെ വേറെ യാത്രയിലേക്ക് പോകുമ്പോ നമ്മൾ തരുന്ന സാധനം, IT അക്കാഡമി നിങ്ങൾക്ക് തരുന്ന സാധനമാണ് കിസ്. ഇതിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. സ്പെഷ്യൽ ആയിട്ട് ഞാൻ കൊടുക്കുന്ന സാധനം. ഇത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ച സാധനം. എന്താണ് കിസ്? കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, പുസ്തകത്തിൽ വരച്ചോ. KISS. കിസ്. കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രയിൽ ഈ യാത്ര എന്ന ജീവിതത്തിലെ ഈ യാത്രയിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എനിക്ക് വിജയമുണ്ടായിരുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നത്? അതിനെ ഞാൻ എന്തെല്ലാം തുടരണം? ദാറ്റ് ഈസ് കീപ് ഡൂയിങ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഇനിയും തുടരണം? കീപ് ഡൂയിങ്. അതിനെന്തെല്ലാം തുടരണം? അങ്ങനത്തെ 5 കാര്യങ്ങളെ നിങ്ങൾ എഴുതണം.
എത്രണ്ണാണ്? 5 കാര്യങ്ങൾ. ഏറ്റവും ചുരുങ്ങിയതാണ് 5 എണ്ണം പറയണത്. 5 കാര്യങ്ങൾ എഴുതണം. ഞാൻ ഇതുവരെ കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലാസ് കേട്ടിരുന്നു, പഠിച്ചിരുന്നു, എഴുതിയിരുന്നു. അതുപോലെ തന്നെ രാവിലെ നേരത്തെ എണീറ്റിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടിയെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെനിഫിറ്റ് കിട്ടിയെന്ന് എനിക്ക് ഏറ്റവും മികച്ചതാവാൻ പറ്റിയെന്ന് അതിന് ഞാൻ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യേണ്ടത്, നിലനിർത്തേണ്ടത്. അതിനെ ഒഴിവാക്കാൻ പാടില്ല. ഇനിയും എന്റെ ജീവിതത്തിൽ അത് ഞാൻ തുടർന്ന് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ. അതെന്തെല്ലാമാണ്? അത് മാത്രം വളരെ കൃത്യമായിട്ട് 5 എണ്ണം എഴുതുക. ഒരു 5 എണ്ണം. ഈ ക്ലാസ് കഴിഞ്ഞ് പോണീന്റെ മുന്നേ തന്നെ എഴുതിയിട്ട് ഇങ്ങള് പോകാൻ പാടുള്ളൂ. 5 എണ്ണം. നാളേക്ക് വെച്ചാ നിങ്ങൾ എഴുതൂല. ഇപ്പൊ എഴുതണം. ഇന്ന് എഴുതണം. ഞാൻ ഈ ക്ലാസ് നിർത്തുമ്പോ നിങ്ങളത് എഴുതി കഴിഞ്ഞതിന് ശേഷേ പോകാൻ പാടുള്ളൂ. നിർബന്ധായിട്ടും. എന്തെല്ലാം ഞാൻ കീപ്പ് ചെയ്യണം, നിലനിർത്തണം. എന്തെല്ലാം നിലനിർത്തണം? നല്ല റിലേഷൻഷിപ്പ്, നല്ല സ്കില്ലുകള്, ഇതെല്ലാം നല്ല ടൈം ടേബിള്, നല്ല രീതിയിൽ ചെലവഴിക്കുന്ന പണം, ഇതെല്ലാം ഞാൻ നിലനിർത്തണം. നല്ല സ്വഭാവം, നല്ല ആറ്റിറ്റ്യൂഡ്, നല്ല ബിഹേവിയർ, നല്ല ആക്ഷൻസ് എല്ലാം. ഞാൻ എന്റെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്തിരുന്നു. എന്റെ എന്താ പറയാ, എന്റെ ഇമോഷൻസിനെ മുഴുവനായിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു. എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി കണ്ടിരുന്നു. ഇതിനെ ഞാൻ നിലനിർത്തണം. അതിനുവേണ്ടി ഞാൻ ചെയ്തിരുന്നത് എന്താണ്? ഇതെല്ലാം കീപ് ഡൂയിങ്, ചെയ്യേണ്ട കാര്യത്തിൽ. അടുത്തത്, ഞാൻ കുറച്ചൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇനിയും എനിക്ക് അത് കൂട്ടണം. അതിനാണ് ഇംപ്രൂവ് ഡൂയിങ്. ഇംപ്രൂവ് ഡൂയിങ്. ഞാൻ അതിനൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ഇംപ്രൂവൈസ് ചെയ്യണം. ഒന്നും കൂടെ കൂട്ടണം. ഒന്നും കൂടെ നന്നാക്കി എടുക്കണം. അങ്ങനത്തെ 5 കാര്യങ്ങൾ. അങ്ങനത്തെ 1, 2 എഴുതിക്കോ. 1, 2, 3, 4, 5 കാര്യങ്ങൾ. അങ്ങനത്തെ 5 കാര്യങ്ങൾ. എന്തെല്ലാം ഞാൻ ഇംപ്രൂവ് ചെയ്യണം? എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം ഇംപ്രൂവ് ചെയ്യണം? ഇത്ര പോരാ. എനിക്ക് കുറച്ചും കൂടെ ശരിയാക്കി എടുക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ. നേരത്തേത് എന്താണ്? ഞാൻ ചെയ്തു. അത് ഓക്കെ ആണ്. ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ ഒഴിവാക്കാൻ പാടില്ല, നിർത്താൻ പാടില്ല. രണ്ടാമത്തെ എന്താണ്? ഇംപ്രൂവ് ചെയ്യാനുള്ളത്. അതില് കുറച്ചും കൂടെ ബെറ്റർ ചെയ്യാനുള്ള. ആ കാര്യങ്ങളിൽ നിന്നല്ല, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ നന്നാക്കി എടുക്കേണ്ട കാര്യങ്ങൾ 5 എണ്ണം എഴുതണം. 5 നമ്പേഴ്സ് 5 എണ്ണം എഴുതണം. അടുത്തത്, സ്റ്റാർട്ട് ഡൂയിങ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇനി ഇത് ചെയ്യൽ ആരംഭിക്കണം. അങ്ങനത്തെ 5 കാര്യങ്ങൾ. എഴുതിക്കോ. അങ്ങനത്തെ 5 കാര്യങ്ങൾ. സ്റ്റാർട്ട് ഡൂയിങ്. സാറേ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ചെയ്യണം. എനിക്ക് ചെയ്യണം ഇനി. എനിക്ക് തുടങ്ങണം. നേരത്തെ എണീക്കണം. അല്ലെങ്കിൽ നേരത്തെ ഇത് ചെയ്യണം. ആ കാര്യങ്ങൾ ചെയ്തു വെക്കണം. എന്റെ ടൈമിംഗ് ശരിയാക്കി എടുക്കണം. അങ്ങനെ കുറെ ചെയ്യണ്ട. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ 5 എണ്ണം. ഇത് നിങ്ങൾ എഴുതുമ്പോ ഉണ്ടല്ലോ, നിങ്ങളെ ഉള്ളിൽ വേറൊരു പ്രവർത്തനം നടക്കും. ഒരു ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ലെവൽ വേറെ നടക്കും. ഗ്യാരണ്ടിയാ, നടക്കും. അതിന്റെ റിസൾട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പ്രതിഫലിച്ച് തുടങ്ങും. ഇത് നിങ്ങളെ തോട്ട് പ്രോസസ്സിലേക്ക് കയറും. ആ തോട്ട് പ്രോസസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ വർക്കൗട്ട് ആയിക്കൊണ്ടേയിരിക്കും. അത് വെറുതെ ഇരിക്കൂല. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ അതിന്റെ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കും. മെല്ലെ 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 അത് കേറിക്കൊണ്ടേയിരിക്കും. എന്താണ്? കീപ് ഡൂയിങ്, ഇംപ്രൂവ് ഡൂയിങ്, സ്റ്റാർട്ട് ഡൂയിങ്. അടുത്തെന്താ വെച്ചാൽ സ്റ്റോപ്പ് ഡൂയിങ്. ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ ചെയ്യില്ല. ഞാൻ ഇതുവരെ ചെയ്തു. ഇനി ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി മേലിൽ ഇത് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങൾ. 5 എണ്ണം. 5 എണ്ണം. ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള 5 കാര്യങ്ങൾ. 5 കാര്യങ്ങൾ. എന്താണ് ആ 5 കാര്യങ്ങൾ? ഇതാണ് ഇന്ന് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ സാധനം. ഏറ്റവും വലിയ സാധനം. 5 കാര്യങ്ങൾ. നസീബ, പ്രൊജക്ടിന്റെ ക്ലാസ് ഉണ്ടോ?
ആ ഉണ്ട് സാറേ. പ്രൊജക്റ്റും കൂടെ ഉണ്ടോ ഇതില്? ഉം. ആ ആ ഓക്കെ. ഓക്കെ. അപ്പൊ ഈ 5 കാര്യങ്ങൾ ഇന്ന് ഇവിടുന്ന് നിങ്ങൾ എണീറ്റ് പോകുമ്പോ എഴുതിയിട്ടേ പോവാൻ പാടുള്ളൂ. എഴുതാതെ പോകരുത്. നിങ്ങൾ പോയാ പിന്നെ എഴുതൂല. ഒരു മിനിറ്റ്. നിങ്ങൾ എന്ത് ചെയ്യില്ല? എഴുതിയില്ലെങ്കിൽ ഒരു മിനിറ്റ്. എഴുതിയില്ലെങ്കിൽ പോകില്ല. ഉറപ്പിച്ചും പോകില്ല. ഉറപ്പിച്ചും എഴുതൂല നിങ്ങള്. പോയില്ലെങ്കിൽ ഇവിടുന്ന് തന്നെ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ എഴുതൂല. ഓക്കെ. അപ്പോ 5 കാര്യങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോണ സാധനം വേറെയാണ്. പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റാണ്. എന്താണ്? ഇത് എഴുതിയെടുത്തില്ല എല്ലാരും? എഴുതിയെടുത്തോ? ഇത് വരച്ചെടുത്തോ? എഴുതാൻ കാര്യമായിട്ടൊന്നുമില്ല. വരച്ചെടുത്തോ? ഓക്കെ. യെസ്. ഗുഡ്. അപ്പോ ഇനി നമ്മൾ പറയുന്നത് പ്രൊജക്റ്റാണ്. നമുക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഇത് എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ അല്ലാത്ത വ്യത്യസ്തമായ രീതിയിൽ ഐടി അക്കാദമി കൊണ്ടുവന്ന ഒരു സാധനമാണ് പ്രൊജക്റ്റ്. അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് നിങ്ങളെ വേറൊരു തലത്തിലേക്ക് മാറ്റാനുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മള് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് എന്താന്ന് മനസ്സിലാവുള്ളൂ ശരിക്കും. ലൈഫ് ഈസ് ആൻ എക്സ്പീരിയൻസ് ലെവൽ. ജീവിതം എന്ന് പറയുന്നത് ഒരു അനുഭവ തലമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അനുഭവ തലമാണ്. എല്ലാം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളത് അനുഭവിച്ചാലേ അറിയൂ. വേദന. വേദന എന്ന് പറയുന്ന വാക്ക് വേദനയല്ല. ലവ്, സ്നേഹം. സ്നേഹം എന്ന് പറയുന്ന വാക്ക് സ്നേഹമല്ല. അല്ല. പക്ഷേ അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് അതാണ് യഥാർത്ഥത്തിൽ ആ സാധനം. അതിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? നിർവചിക്കാൻ സാധിക്കില്ല. അത് എക്സ്പീരിയൻസ് ലെവലാണ്. എക്സ്പീരിയൻസ് ലെവലാണ്. ഞാൻ നിങ്ങളോട് വന്നന്ന് പറഞ്ഞു ഐടി അക്കാഡമി എന്ന് പറയുന്നത് ഞാൻ പറയാനുള്ളതല്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്കറിയില്ല. അതേപോലെ ഇതൊരു എക്സ്പീരിയൻസ് ലെവലാണ്. അപ്പൊ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത പഠിച്ച ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണുന്ന ഒരു ചെറിയ സാമ്പിൾ സാധനം. വെരി വെരി അതായത് നമുക്ക് എല്ലാത്തിനും സാമ്പിൾ കിട്ടും. ആ സാമ്പിൾ അതല്ല പൂർണ്ണ രൂപം, പക്ഷെ ഒരു സാമ്പിൾ. അതൊന്ന് മനസ്സിലാക്കാൻ, ഇതിന്റെ ചൂടാറുന്നതിന് മുന്നേ തന്നെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. ഇതാണ് എന്ത് പ്രോജക്റ്റ്. ഇതാണ് ഐടി അക്കാദമിയുടെ പ്രോജക്റ്റ്. ഓഫീസ് അഡ്മിനിസ്ട്രേഷനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒന്നും എവിടെയും പ്രോജക്റ്റ് ഇല്ല. ഐടി അക്കാദമിക്ക് പ്രോജക്റ്റ് ഉള്ളു. ഐടി അക്കാദമിന്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വേറൊരു സാധനമാണ്. ഇത് നിങ്ങൾ ഇതുവരെ പഠിച്ച ഓഫീസുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതൊക്കെ പഠിച്ചു. പക്ഷെ ഇതിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. എനിക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടോ ഇത് പ്രാഗി പറഞ്ഞിട്ടോ ചെയ്തിട്ട് കാര്യമില്ല. ഇതിന് നിങ്ങൾ പെർമിഷൻ ചോദിക്കുമ്പോൾ റിജക്ഷൻ വരും, ഒബ്ജക്ഷൻ വരും. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ വരും. പക്ഷേ ഇതിനെല്ലാം നിങ്ങൾ തരണം ചെയ്യാൻ പഠിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഇതുപോലൊരു അവസ്ഥ വന്നാൽ അതിനെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. അന്ന് നിങ്ങൾ കരഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. നാളെ ഒരു ജോലിക്ക് പോകുമ്പോ നിങ്ങൾക്ക് അവിടെ എത്തുന്ന സമയത്ത് അവിടെ HR കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല. മാനേജറെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല. ആ ഫിയർ എന്ന് പറയുന്ന ഇമോഷനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എടുത്ത് ഒഴിവാക്കാനും കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനത്തിന് അതിന്റെ ബദലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ പ്രോജക്റ്റ്. ഇതാണ് പ്രോജക്റ്റ്. വാട്ട് എന്നുള്ളതിൻ്റെതാണ് ഐടി അക്കാദമിന്റെ പ്രോജക്റ്റിന്റെ വാട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. വാട്ട് ഈസ് പ്രോജക്റ്റ്. അടുത്തത് വൈ, എന്തുകൊണ്ട് പ്രോജക്റ്റ്. ഹൗ, ടീച്ചർ പറഞ്ഞതും എങ്ങനെ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ആണ് ഐടി അക്കാദമിക്ക് പ്രോജക്റ്റ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടായ വഴിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്.
ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് 2022 അതായത് കൊറോണയ്ക്ക് ശേഷം ഓപ്പൺ ആക്കുന്ന സമയത്ത് തുടങ്ങാൻ. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കോഴ്സ് തുടങ്ങുന്നത്. എന്റെ ഉള്ളിൽ നിങ്ങളെപ്പോലെ നിങ്ങൾ എന്തിലേക്ക് ഇറങ്ങുന്നത് പോലെ അതിലേറെ ഭയം ഉള്ളിലുണ്ട്. ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഒരു ഭയമുണ്ട്. ഇനി എന്താണ് ആവുക? കാരണം കുട്ടികളൊന്നും ഇല്ല. എന്താവും? ഇതിനെങ്ങനെ കേറ്റിക്കൊണ്ടുപോകും? ഒരു ഐഡിയ ഇല്ലാത്ത ഒരവസ്ഥയാണ്. പക്ഷെ ഞാൻ എന്താച്ചാൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്ത് ചെയ്യും. അതിന് മാക്സിമം എന്റെ ബ്രെയിനും, എന്റെ ബോഡിയും, എന്റെ മനസ്സിനെയും അതിലേക്ക് ഞാൻ ഏകാഗ്രതമാക്കി കൊണ്ടുവന്ന് അതിൽ നിന്ന് ഒരു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു മില്ലി സെക്കൻഡ് പോലും അതിൽ നിന്ന് വഴുതി നിൽക്കാത്ത രൂപത്തിൽ ഞാൻ അതിനെ ട്യൂൺ ചെയ്തിട്ടാണ് കൊണ്ടുപോവുക. എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ ഞാൻ കൊണ്ടുപോവാ. എനിക്ക് എന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ആ ഡെഡിക്കേഷൻ. അത് എനിക്ക് ഞാൻ പല ഒബ്ജക്ഷനും പല പ്രശ്നങ്ങളും വരും. പക്ഷെ ഞാൻ അതിനൊക്കെ ആ വാല്യൂ കൊടുക്കുള്ളൂ. ഞാൻ എന്തിനാ വാല്യൂ കൊടുക്കുക? ഞാൻ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കും. എന്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇറങ്ങിത്തിരിച്ച് അതിലേക്ക് കൊടുക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കോഴ്സ് തുടങ്ങിയപ്പോ കാരണം ഇത് എന്റെ ജീവിത പ്രശ്നമാണ്. തകരാൻ പോവാണെന്ന് തോന്നുന്ന സ്ഥലത്തു നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അങ്ങനെ കോഴ്സ് കൊടുത്ത് കുട്ടികൾ കോഴ്സ് കഴിഞ്ഞപ്പോ ഒരുപാട് ആളുകൾക്ക് കോഴ്സ് ഒക്കെ കഴിഞ്ഞു ഇവിടുന്ന് പോവാൻ ആഗ്രഹമില്ല. പക്ഷെ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വിഷമോ പ്രയാസമോ ഉണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരുടെ മേലിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ലോകമാണ് നമ്മളുടെ മുന്നിലുള്ളത്. നമ്മളെല്ലാരും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം ചുമരുമ വരച്ചത് ആരെന്ന് ചോദിച്ചാൽ ഞാനല്ലമ്മ അത് ഓനാണ് വരച്ചത്. വരച്ച ആളാണ് പറയാ അങ്ങനെ പറയുള്ളൂ. കാരണം തന്റെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരുടെ മേലിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചത്. അതുകൊണ്ട് പറയും അങ്ങനെ പലതും പറയും. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് ജോലി കിട്ടണം എന്നിട്ടേ പോകുള്ളൂ. ഒരു ടീം പറഞ്ഞു. ഒരു ടീം പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റൂല ജോലി കിട്ടാതെ എന്ന് പറഞ്ഞു. കാരണം ഈ ജോലി എന്ന് പറഞ്ഞ സാധനം ഇവിടെ നമ്മളൊരു പെട്ടിയില് മീൻ വിൽക്കണ പോലെ ഒരു പെട്ടിയിൽ ഇങ്ങനെ വെച്ചതൊന്നുമല്ല. അതിന് അതിൻ്റെതായ സമയം എടുക്കും എന്തായാലും. ജോലി ഞാൻ തരുന്നതോ കൊടുക്കുന്നതോ അല്ലല്ലോ. പക്ഷെ നമ്മളതൊക്കെ ഒരു പാഠം പഠിപ്പിച്ചു തന്നു. ഞങ്ങളെ ഒരുപാട് പരിശ്രമിച്ച് പല സ്ഥലത്തും ഓരോ ആളുകളാക്കി കൊടുത്തു. അങ്ങനെ ആക്കിക്കൊടുത്ത സ്ഥലത്ത് നിന്ന് ഇവരെല്ലാം നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ആക്കിക്കൊടുത്ത സ്ഥലത്ത് നിന്നെല്ലാം ഒരു റിട്ടേൺ പോരൽ തുടങ്ങി. ഇവർക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഇവർക്ക് ഇതിനെ മനസ്സിലാക്കാൻ ഇവർ പഠിച്ച പോലല്ല. ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും വന്നപ്പോ എന്റെ ഉള്ളിൽ ചോദ്യം തുടങ്ങി. ചോദ്യം ആരംഭിച്ചു. എന്താ? എന്താ? നമ്മളൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് വെച്ചാൽ ഒരു കൂട്ടം എഫക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരിക. കുറെ ചോദ്യങ്ങളാണ് വരിക. ആ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആണ് നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇനി എന്ത് ചെയ്യണം എനിക്കറിയില്ല. എന്നെ അലട്ടിക്കൊണ്ടേയില്ലേ. എന്താ കാരണം വെച്ചാൽ എനിക്ക് ഒരു ജോലി ആക്കി കൊടുത്ത് ജോലിക്ക് പോയി ഓക്കെ ഇനി കുഴപ്പമില്ല ഇനി ഓരെന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതി. പക്ഷേ എനിക്ക് എന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് വന്ന ആളുകൾ വിജയിക്കണം. അവരെന്ത് ആഗ്രഹത്തിലാണോ വന്നത് അത് അവർക്ക് നേടാൻ സാധിക്കണം. അത് സാധിക്കാത്തതുകൊണ്ടുള്ള ഒരു 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 വേദന എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. കുറേ സമയം ചോദിച്ചു. ഒരു ഐഡിയയും കിട്ടിയില്ല. തൽക്കാലം ആ കുട്ടികളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആക്കി കൊടുത്തു. പിന്നെ ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? പ്രശ്നം ഇതാണ്. ഒരു ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോ അല്ലെങ്കിൽ ഓഫീസിൽ വിളിക്കുമ്പോ അവര് പറയുന്നു നിങ്ങൾ കാൻഡിഡേറ്റ്സിനോട് നേരിട്ട് വിളിക്കാൻ പറയും. അപ്പൊ കുട്ടികളോട് പറയും നേരിട്ട് വിളിക്കണേ. കുട്ടികൾ വിളിക്കൂല. അവർക്ക് പേടിയാണ് വിളിക്കാൻ. ഒന്ന് നമ്പർ 1. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. വൈ? എന്തുകൊണ്ട്? ലോഡ് കൂടുതലാണ്. അടുത്തത് ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ല. മൂന്നാമത്തെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളെ കൊണ്ട് ഇവര് റിട്ടേൺ പോരൽ തുടങ്ങി. അല്ലെങ്കിൽ പോകാതായി. ഇതൊക്കെ എന്റെ ഉള്ളിൽ കുറെ ക്വസ്റ്റ്യൻസ് നിറച്ചു. ഇതിനെ എങ്ങനെ തരണം ചെയ്യും? എങ്ങനെ തരണം ചെയ്യും? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാന് ഹോസ്പിറ്റലുകളുമായി ടൈപ്പ് ആയാലോ? അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും? അപ്പൊ എനിക്ക് ഇത് ഞാനിങ്ങനെ കുറെ ആൾക്കാരോട് ചോദിച്ചു എന്താ ചെയ്യുക എന്താ ചെയ്യുക അങ്ങനെ ഞാന് എന്റെ ഒരു ഒരു രതീഷ് മാഷ് ഉണ്ട്. രതീഷ് മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് മനോരമയിലെ ജേർണലിസ്റ്റാണ്. അയാള് നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ തിരൂരുള്ള അയാളോട് ഞാൻ അങ്ങനെ സംസാരിച്ചു വന്നു. എന്നോട് പറഞ്ഞു നിങ്ങൾ വരും ഞാൻ ഇവിടെ ഉണ്ട് കോട്ടക്ക രാജാസിന്റെ അവിടെ ഉണ്ട്. നിങ്ങള് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ബാച്ചൊക്കെ പോയതിനു ശേഷം രാജാസിന്റെ അവിടെ ഉണ്ട്. രാജാസിലെ കലോത്സവം നടക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ ഉണ്ട്. വീരാട് ഹോട്ടലിലുണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാം.
ഞാൻ പോയി സംസാരിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, "അതിനെന്തിനാ ഇങ്ങള് പേടിക്കണത്? നമ്മള് കുറെ ഹോസ്പിറ്റല് ഞങ്ങൾക്ക് പരിചയമുള്ളതുണ്ട്. ഞാൻ അവിടെ സെറ്റാക്കി തരാം. നിങ്ങളൊരു ലെറ്റർ ഉണ്ടാക്കി ഹോസ്പിറ്റലിലേക്ക് അയക്കി. ബാക്കി ഞാൻ സെറ്റാക്കാം. നമുക്ക് പോകാം." ഓക്കെ എന്ന് പറഞ്ഞ അപ്പൊ എനിക്കൊരു സമാധാനം കിട്ടിയെങ്കിലും കോട്ടക്കൽ വണ്ടി ഓടിച്ച് ഇങ്ങനെ വന്നപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇത് ശരിയല്ല. കാരണം ഞാൻ എന്റെ റെക്കമെൻഡിൽ ഒരു കുട്ടിക്ക് ഒരു ജോലി വാങ്ങി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പിന് കൊടുക്കുന്നു. ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ അവരവിടുന്ന് തട്ടുന്നു. തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പുതിയ കുട്ടികളെ ഞാൻ ഇന്റേൺഷിപ്പിന് കയറ്റുന്നു. പഴയ കുട്ടികൾ എന്തായി? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. പഴയ കുട്ടികൾ എന്തായി? പഴയ കുട്ടികൾ ഒന്നും അല്ലാതായി പോയി. എന്താ കാരണം? ഞാൻ ഇവിടുന്ന് ഒന്നിച്ച് 10 കുട്ടികളെ ഒന്നിച്ച് എന്റെ റിസ്കിൽ കൊണ്ടുപോയി വിടുക. ആ 10 കുട്ടികൾ ഇവിടെ എങ്ങനെയാണോ ജീവിച്ചത്, ഇവിടെ എങ്ങനെയാണോ കൈകാര്യം ചെയ്തത്, അതേപോലെ അവിടെ നിൽക്കും. അവരാ സന്തോഷത്തോടു കൂടി അത് ആസ്വദിച്ച് 6 മാസം പോയതോ അല്ലെ 3 മാസം പോയതോ അറിയില്ല. 3 മാസം അവര് കളിച്ച് ചിരിച്ചൊക്കെ പോകും. അവരെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഓരവിടുന്ന് പുറത്തിറങ്ങും. ഓർക്കടുത്ത് ജോലി കണ്ടെത്താനുള്ള ധൈര്യം ഉണ്ടാവില്ല. ജോലി കണ്ടെത്താൻ സാധിക്കൂല. ഇനി ആരെങ്കിലും ഇന്നെ ആക്കി തരും അടുത്തതെന്ന് ചോദിച്ചിട്ട് നടക്കും. അവര് കോഴ്സിനെ കുറ്റം പറയും, എന്നെ കുറ്റം പറയും, എല്ലാരും കുറ്റം പറയും. അവര് വിജയിക്കും. അതൊക്കെ പോട്ടെ, അതൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഇനിയും കുട്ടികളെ കിട്ടിയേക്കാം. പക്ഷെ അതെന്ത് ചെയ്യും? എന്റെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോ ആ ക്വസ്റ്റ്യന് ഇല്ല. അത് ശരിയില്ല. ആ പണി ശരിയില്ല. ഇല്ല. വേറെ വഴി വേണം. വേറെ വഴി വേണം. ഇതെന്ത് ചെയ്യും? ഇത് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വേറെ ഒബ്ജക്ഷൻസ് വരുന്നത്. കുട്ടികള് ഏഹ് സ്ഥാപനത്തിന് അറിയണില്ല നിങ്ങക്ക്. നമ്മളല്ല ഇപ്പൊ നമ്മള് അങ്ങനെ അറിയണില്ല. ഇങ്ങനെ ആണ് ഞങ്ങക്ക് അത് കിട്ടിയിട്ടില്ല, ഇത് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. സ്ഥാപനത്തിനെ കുറിച്ച് ആർക്കും ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെ എന്താ ചെയ്യാൻ പറ്റുക? സ്ഥാപനത്തിന് നിങ്ങൾക്ക് പഠിപ്പിച്ചത് കറക്റ്റ് അല്ലേ? ഇത്രല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടു പോയി. ഇതൊക്കെ എന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവരെ കുറ്റപ്പെടുത്താനല്ല നിന്നത്. ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് വഴി കാട്ടിത്തരാൻ വന്നവരാണ്. അതുകൊണ്ട് ആ ചോദ്യങ്ങളാ ചോദിച്ചത്. ഞാൻ എങ്ങനെ ഞാൻ ഇതിനുള്ള പുതിയ വഴി കണ്ടെത്തും? ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ ഞാനിവിടെ ഒരു പ്രാവശ്യം കൗൺസിലിംഗ് കോഴ്സ് തുടങ്ങാൻ തീരുമാനിച്ചു. വേറൊരു ടീച്ചറെ മോട്ടീവിലാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങാൻ വേണ്ടി നിന്നപ്പോ ടീച്ചർ എന്നോട് പറഞ്ഞു, "2 ഓപ്ഷൻ ഉണ്ട് സാറേ. 2 രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് കാശുണ്ടാക്കാം." എന്താണ്? 2 രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് കാശുണ്ടാക്കാം. എങ്ങനെ? ഒന്ന് കോഴ്സ് നടത്തുമ്പോ കാശ് കിട്ടും. ഓക്കെ. രണ്ടാമത്തെ എന്താന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, "ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഒരു പ്രോഗ്രാം ഉണ്ട്. എംഎസ്സി സൈക്കോളജി. എംഎസ്സി സൈക്കോളജി കഴിഞ്ഞ ആൾക്ക് മാത്രമേ ഒരു സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. ബിഎസ്സി സൈക്കോളജി കഴിഞ്ഞിട്ട് കാര്യമില്ല. പിജി കഴിയണം. അയാൾക്ക് ബോർഡ് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ എംഎസ്സി സൈക്കോളജി. അപ്പോ എംഎസ്സി സൈക്കോളജിന്റെ അപ്പൊ ഇവർക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് നമ്മൾ ചെയ്തു കൊടുത്താൽ നമുക്ക് 5000 രൂപ കിട്ടും. 5000, 5500 രൂപ കിട്ടും. നമുക്ക് ആകെ അതിലൊരു 1000 രൂപ, 1500 രൂപ ചെലവുള്ളൂ. ബാക്കി കാശ് നമുക്ക് എടുക്കാം. ഇഷ്ടം പോലെ കുട്ടികളെ കിട്ടും സാർ. ഓക്കെ. ഞാൻ ഇങ്ങനെ പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, "ടീച്ചറെ ആ കാശ് എനിക്ക് വേണ്ട. കാരണം അത് ടീച്ചർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതല്ല. അത് ടീച്ചർ തന്നെ ചെയ്തോ. കോഴ്സ് തുടങ്ങുമ്പോൾ നമുക്ക് സെറ്റാക്കാം. ഇത് നിങ്ങൾ തന്നെ ചെയ്തോ." അപ്പൊ ടീച്ചർ പറഞ്ഞു, "ഞാനിപ്പോ മറ്റേ സെന്ററിന്നൊക്കെ പ്രശ്നമായതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുക്കാൻ എനിക്കൊരു ഹാള് വേണം. ഒരു ഞായറാഴ്ച ഒന്ന് തുറന്നു തരുമോ?" ചോദിച്ചു. ശരി. ഞാൻ ഇവിടെ തുറന്നു കൊടുത്തു. കുറെ ആളുകൾ വന്നു. അവരൊക്കെ പല ജോലിയും ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. ഇവരെല്ലാം ഒരു സ്പൈറൽ ബൈൻഡ് ഒക്കെ ചെയ്ത് ഒരു സാധനം കൊടുക്കുന്നു. ആ സാധനത്തില് ടീച്ചർ വാങ്ങി വെക്കുന്നു. ആ ഒരു സർട്ടിഫിക്കറ്റ് ഒരു സാറിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചൊക്കെ അറ്റാച്ച് ചെയ്യുന്നു. ടീച്ചർ അയച്ചെടുത്തതൊക്കെ സെറ്റ് ചെയ്തു. ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പണി കഴിയും. അപ്പോ ഞാന് അതിന്റെ മുന്നേ തന്നെ ടീച്ചറോട് ചോദിച്ചിരുന്നു, "ടീച്ചറെ നമുക്കപ്പോ ഒരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയാൽ അവിടെ ഇരിക്കാൻ സ്റ്റാഫിനെ കിട്ടുമോ? കിട്ടുമോ?" "അത് നോക്കാം സാർ." അപ്പൊ ഞാൻ പറഞ്ഞു, "ഇത്രയൊക്കെ കുട്ടികൾ പഠിച്ചതില് ടീച്ചറെ, പക്ഷെ ഇവർക്കൊന്നും ധൈര്യമില്ല സാർ. ഇവർക്കൊന്നും ചെയ്യാനുള്ള ധൈര്യമില്ല." അപ്പൊ ഞാൻ ചോദിച്ചു, "ക്ലാസ് എടുക്കാൻ നമുക്ക് ആളെ കിട്ടൂലേ?" "നമുക്ക് നോക്കാം. പക്ഷെ അതും കുട്ടികൾക്ക് ധൈര്യം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു നോക്കാം. നിങ്ങൾ നോക്കണേ. ഇഗ്നോ യൂണിവേഴ്സിറ്റിന്റെ എംഎസ്സി സൈക്കോളജി കഴിഞ്ഞ ആൾക്കാരെ കുറെ ഉണ്ട്. പക്ഷെ എന്തില്ല, ക്ലാസ് എടുക്കാനുള്ള ധൈര്യമില്ല, കൗൺസിലിംഗ് എടുക്കാനുള്ള ധൈര്യമില്ല. പിന്നെ എന്തിനാ ഇത് പഠിച്ചേ? എന്താ സംഭവിക്കുന്നത് അറിയങ്ങളെ?" അപ്പൊ ഞാനിത് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി, ഈ പ്രൊജക്ട് എന്താണ്? ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇഗ്നോ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമിന് അവർ കുട്ടികളെ കാണുന്നില്ല. കുട്ടികളെ വിലയിരുത്താനൊന്നും അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവര് കുട്ടികൾക്ക് ഒരു പ്രോജക്റ്റ് കൊടുക്കും.
ആ പ്രോജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മാസോ എത്ര സമയമുണ്ട്. അത്രയും സമയം ഈ കുട്ടികൾ ഒരു സൈക്കാട്രി ഡോക്ടറെ അടുത്ത് പ്രാക്ടീസ് ചെയ്യണം ക്ലിനിക്കില്. എന്നിട്ട് ആ ഡോക്ടർ സൈൻ ചെയ്യണം. ഇതാണ് സംഭവം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് ₹500 ഫീസ് ഈ ഡോക്ടർക്കും കൊടുത്തിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? അത് സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഈ കുട്ടികളെ അത് അയച്ചു കൊടുക്കും. അവർക്ക് നല്ല മാർക്ക് കിട്ടും. അവര് നല്ല ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ എംഎസ്സി സൈക്കോളജി പാസ്സാവും. പക്ഷേ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ടീച്ചറോട് ആർഗ്യുമെന്റ് ചെയ്യാനൊന്നും നിന്നില്ല. ഓക്കെ പറഞ്ഞു. കോഴ്സൊക്കെ പിന്നീട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു. അത് സംഭവം ശരിയാണ്. അങ്ങനെ നോക്കിയപ്പോ നമ്മളവിടെ വെറും ₹10,000 ₹15,000 ഫീസില് പ്രീ പ്രൈമറി കോഴ്സ് പഠിക്കുന്ന കുട്ടികള് ഒരു സപ്പോർട്ടും ഇല്ലേറ്റും ഇവര് ടീച്ചേഴ്സ് ആയിട്ട് കേറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് സ്കൂളിൽ അന്ന്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? അപ്പൊ ഞാൻ അവരാദ്യം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടം ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർക്ക് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് ഒരു മാസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, കമ്പൽസറി ട്രെയിനിങ് പ്രോഗ്രാം ഇവർക്കുണ്ട്. ടീച്ചിങ് പ്രാക്ടീസ്. ഇതിലാണ് ഇവര് ബിൽഡ് ആവുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഒരു ഹയർ സ്റ്റേജിലേക്ക് ബിൽഡ് ആവുന്നത് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എങ്ങനെ എന്റെ മറ്റുള്ള പ്രോബ്ലങ്ങളുമായിട്ട് ഇത് കണക്ട് ചെയ്യാം. യെസ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഇനി മുതൽ ഒരു പുതിയ പ്രോജക്റ്റ്. 6 മാസത്തെ അന്ന് 4 മാസത്തെ കോഴ്സ്. അപ്പൊ 6 മാസത്തെ കോഴ്സ് ഇനി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രോജക്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് 6 മാസത്തെ കുട്ടികൾ വരൽ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 4 മാസത്തെ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങണം. എന്നാലേ അതിന്റെ കുഴപ്പങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയുള്ളൂ. അങ്ങനെ ആദ്യം തന്നെ കൊടുത്തത് ഓൺലൈൻ്റെ ഒരു ബാച്ചിന് കൊടുത്തു. 3 ദിവസം 5 ദിവസമാണ് ആദ്യം കൊടുത്തത്. ഇനി കാര്യങ്ങൾ ചെയ്യാ പറഞ്ഞിട്ട്. അപ്പൊ തന്നെ റിജക്ഷൻ വന്നു. റിജക്ഷൻ വന്നാൽ ഉറപ്പാണ് ഈ സാധനം സക്സസ് ആവും. എന്റെ അനുഭവമാണ്. റിജക്ഷൻ വന്ന ഉറപ്പാണ് കറക്റ്റ് റൂട്ടിലാണ് ഈ സാധനം പോണത്. റിജക്ഷൻ വന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് ചീത്ത പറയൽ തുടങ്ങി. ഹസ്ബൻഡുമാര് വിളിച്ചിട്ട് ഭാര്യമാർക്കും വേണ്ടിയിട്ട് ഹസ്ബൻഡുമാര് വിളിച്ച് പറയൽ തുടങ്ങി. നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചത്? അത് നല്ല ചീത്ത പറഞ്ഞു. അത് പറയാൻ പറ്റില്ല. അത്രയും നല്ല കട്ടിയിലുള്ള ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട. വേണമെങ്കിൽ ചെയ്താൽ മതി. കുഴപ്പമില്ല. വേണമെങ്കിൽ ചെയ്താൽ മതി. റിസ്ക് ഉണ്ടെങ്കിൽ ചെയ്യണ്ട. ഇത് ഓർക്ക് ഇനി കാര്യത്തിനുള്ളതാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ അവർക്കൊന്നും എന്നോട് പറയാനില്ല. ഒഴിവാക്കി. ഓല് ചെയ്തില്ല. പക്ഷേ ഓരെ കൂട്ടത്തിലുള്ള കുറെ കുട്ടികൾ ചെയ്തു. ചെയ്തപ്പോ ആ ചെയ്ത കുട്ടികൾ ടീച്ചറോട് സംസാരിച്ചു. പ്രൊജക്റ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് കുറെ കാര്യങ്ങൾ പിന്നെയും മനസ്സിലായത്. ഇത് അത്രയും ഞങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറോട് ഈ സാധനം ഗ്രൂപ്പിൽ പറയണം. ഗ്രൂപ്പിൽ പറഞ്ഞപ്പോ ചെയ്യാത്ത ആളുകൾക്ക് വിഷമമായി. ചെയ്ത ആളുകളെ പെർഫോമൻസ് ലെവൽ കൂടി ചെയ്തു. പിന്നെ അത് 5 ദിവസമാക്കി. പിന്നെ അത് 10 ദിവസമാക്കി. 13 ദിവസമാക്കി. ഇപ്പൊ 13 15 ദിവസത്തിലാണ് കിടക്കുന്നത്. ഇത് വന്നപ്പോ എന്തായി ചോദിച്ചു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായ കുട്ടികളെ പ്രശ്നം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കോൾ ചെയ്യാൻ പേടി. അതായത് കോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാറേ അവിടെ വേക്കൻസി ഉണ്ടോ? അത് ചോദിക്കാൻ പേടി. പിന്നെ ജോലിയിൽ നിൽക്കാൻ പേടി. ഇതൊക്കെ മാറൽ തുടങ്ങി. HR കണ്ടാൽ പേടില്ല, ഇന്റർവ്യൂ പേടിയില്ല, ഒന്നും പേടിയില്ലാത്ത സിസ്റ്റത്തിലേക്ക് മാറൽ തുടങ്ങി. അപ്പൊ അന്നുണ്ടായ എന്റെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ആൻസർ കിട്ടിക്കൊണ്ടേയിരുന്നു. ഏത് ഇൻട്രോവേർട്ടും കേറൽ തുടങ്ങി. അടിപൊളി. 10 സ്ഥലത്തു നിന്നൊക്കെ റിജക്ഷൻ കിട്ടിയ കുട്ടികളുണ്ടായിരുന്നു. 10 സ്ഥലത്തു നിന്നൊക്കെ റിജക്ഷൻ കിട്ടിയ കുട്ടികളോട് ഞാൻ പറഞ്ഞു കയ്യടി ഏറെ കൊടുക്കും. ഞാൻ പറഞ്ഞു റിജക്ഷൻ എത്ര കൂടുതൽ കിട്ടിയോ അത്രയും നിങ്ങൾ സൂപ്പറാവും. അത്രയും സൂപ്പറാവും. അത്രയും പെർഫെക്റ്റ് ആവും. ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ നിങ്ങൾ കാര്യം ചോദിച്ചു. ഇല്ല സാറേ, എന്തിനും ഞങ്ങൾ നേരിടാൻ റെഡിയാണ്. അതാണ് ആവശ്യം. അപ്പൊ എന്താ ബെനിഫിറ്റ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ബെനിഫിറ്റ്, കാണാത്തൊരു ബെനിഫിറ്റ് എന്താ ഉണ്ടാവുക നിങ്ങള്? ഇവർക്ക് ആർക്കും, നിങ്ങൾ ആര് പോയാലും നിങ്ങൾക്കൊരു ജോലി കിട്ടി. ജോലി ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി എന്തെങ്കിലും വന്നു. അടുത്ത ജോലി കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരാളെ ആശ്രയിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് അടുത്ത ജോലി കണ്ടെത്താനുള്ള കോൺഫിഡൻസും നിങ്ങളുടെ ഉള്ളിലുള്ള സ്കില്ലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡെവലപ്പ് ആയിട്ടുണ്ടാവും.
ഇതാണ് ഇതിന്റെ റിസൾട്ട് ഉണ്ടാവുക. ഞാൻ പറഞ്ഞതിലേറെ പറഞ്ഞതല്ലാത്ത ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതാണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ സംഭവം വിജയിക്കും. ഇതുകൊണ്ടാണ് ഐ.ടി അക്കാഡമിയിലെ സ്റ്റുഡൻസ് 90% മുകളിൽ ജോലിയിൽ കയറാനുള്ള കാരണം. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ എഫക്റ്റ്. ഇതാണ് ഇതിന്റെ സാധനം. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ചെയ്ത ആളുകള് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഫീസിന് കൊടുക്കൽ തുടങ്ങി, കമ്പ്യൂട്ടർ ടി.ടി.സി കൊടുക്കൽ തുടങ്ങി, എല്ലാം എൻറ്റയർലി മാറൽ തുടങ്ങി. ഇനി അടുത്ത സെക്ഷൻ ഈ 2026 ബാച്ചുകളിലേക്ക് ഇനിയും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരും. പുതിയ പുതിയ സംഭവങ്ങൾ വരും. പുതിയ പുതിയ സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വരും. ഇതിങ്ങനെ റിസർച്ച് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ്? യൂട്ടിലൈസേഷൻ, റിപ്പീറ്റേഷൻ, ബ്യൂട്ടിഫിക്കേഷൻ, ഒപ്റ്റിമൈസേഷൻ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത പുതിയ സാധനം വരും. പുതിയ സാധനങ്ങൾ ഇങ്ങനെ വരും. പുതിയ മാർക്കറ്റിൽ ആവശ്യമുള്ള സാധനങ്ങൾ വരും. എന്താണോ മാറ്റം അതിനനുസരിച്ച് ഡെവലപ്പ് ആവുന്ന സാധനങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടേയിരിക്കും. കുറെ ഞാൻ ചെയ്യും, കുറെ നമ്മുടെ ടീച്ചേഴ്സ് ചെയ്യും. ടീച്ചേഴ്സിന് വേണ്ടത് ഞാൻ അവിടെ ചെയ്തു കൊടുക്കും. കുറെ കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കും. എന്നിട്ട് ഈ സാധനങ്ങളെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അതിന്റെ ഫലമായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് നിങ്ങൾ എത്തും ഈസി ആയിട്ട്. എന്റെ ആവശ്യം അത്രേ ഉള്ളൂ. എന്റെ ലക്ഷ്യം അത്രേ ഉള്ളൂ. നിങ്ങൾ വിജയിക്കണം. നിങ്ങൾ വിജയിക്കുമ്പോഴേ ഞങ്ങൾ വിജയിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കാശ് മാത്രം കിട്ടിയതുകൊണ്ട് ഞാൻ വിജയിക്കൂല. കാശല്ല പ്രധാനം. കാശിലേറെ പ്രാധാന്യമുണ്ട് എന്തിന്? നിങ്ങളുടെ വിജയത്തിന്, സക്സസിന്. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് സിസ്റ്റം ബിൽഡ് ചെയ്ത് ആ രീതിയിലേക്ക് മാറ്റിയപ്പോൾ സംഭവം മാറി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് കുറച്ചും കൂടെ പ്രൊജക്ട് കൂടുതൽ കൊടുക്കുന്നുണ്ട്. കാരണം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഡിപ്പാർട്ട്മെന്റ്സും കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ചെറിയൊരു പ്രയാസം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറെ ആളുകൾക്ക് ആദ്യം തന്നെ അപ്പൊ എന്താ ബെനിഫിറ്റ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ കുട്ടികളെ ഈ പ്രൊജക്ട് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിനൊക്കെ കയറുമ്പോ അവിടെ ആദ്യമായിട്ട് നേരെ വന്ന കുട്ടികൾക്ക് ഒരു കുന്തം അറിയും. പക്ഷെ നമ്മളെ കുട്ടികൾ ഭയങ്കര കോൺഫിഡൻസിലാണ്. അപ്പൊ ആ സ്ഥാപനത്തിലെ ആൾക്കാർ വരും, നിങ്ങളെ കുട്ടികൾ ഭയങ്കര ഉഷാറാണ്, നിങ്ങൾ എങ്ങനെ ആക്കിയത് അറിയില്ല, നിങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ വേണ്ടി ഞങ്ങൾക്ക് ഭയങ്കര ഈസിയായി. നമ്മളെ കുട്ടികൾക്ക് ഭയങ്കരതായി. നമ്മളെ റിജക്ട് ചെയ്ത സ്ഥലത്തു നിന്നൊക്കെ ഇന്ന് ലെറ്റർ പോലും ഇല്ലാതെ ഞങ്ങളെ കുട്ടികളെ കയറ്റോടെ പ്രോജക്റ്റിന്. മൗലാന ഹോസ്പിറ്റല് ഒക്കെ ഞങ്ങൾ റിജക്ട് ചെയ്ത ഹോസ്പിറ്റലാണ് കുറെ. വണ്ടൂര് നിംസ് ഹോസ്പിറ്റല് ഒക്കെ റിജക്ട് ചെയ്ത. ഐ ടിയിൽ എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചോദിച്ച ആൾക്കാരാണ്. ഐ ടിയിൽ എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് ഞാനിപ്പോ കാണിച്ചു കൊടുത്തു. IT ഈക്വൽ ടു ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. ഞാനത് കാണിച്ചു കൊടുത്തു. ഞാൻ പോയിട്ടില്ല, ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടില്ല. ഞാൻ ഒറ്റ സ്ഥലത്ത് റെക്കമെൻഡ് ചെയ്യില്ല. ഇന്റെ ഉപ്പാക്ക് ഹോസ്പിറ്റലിന്റെ വരെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇന്റെ മോളാണെങ്കിൽ വരെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എന്താ കാരണം? കഴിവുണ്ടോ കേറിക്കോ. ഇന്റർവ്യൂ വരെ എത്തിച്ചേരും, അതിനുള്ള ട്രെയിനിങ് കേറിക്കോ. എന്താ കാരണം? നിങ്ങളെ ഉപ്പാക്കാണ് ഓഫീസ് ഉണ്ടെങ്കിൽ വരെ ഒരു നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ അയാൾ നിങ്ങൾ അവിടെ കേറ്റൂല. എപ്പോ വരെ അറിയോ? നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ബോധ്യമാകുന്നത് വരെ. നിങ്ങൾക്കത് കഴിവുണ്ടെന്ന് ബോധ്യമായാലേ കേറ്റുള്ളൂ. അല്ലെങ്കിൽ പറയും ഉപ്പാന്റെ കുട്ടി വീട്ടിൽ നിന്നോ, ശമ്പളം ഞാൻ വീട്ടിലേക്ക് എത്തിച്ചേരാം, അവിടെ എനിക്ക് വേറെ ആളെ വെക്കാം. എന്താ കാരണം? നിങ്ങളാ പണിക്ക് പറ്റൂല, അത് കൂട്ടും. അതുകൊണ്ടാണ് കേട്ടില്ല. ആ ലെവലിലേക്ക് നമ്മൾ മാറിയാൽ നമുക്ക് എവിടെ പോയിട്ടും വർക്ക് ചെയ്യാം. അതാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് ദിവസത്തെ സാധനമുള്ളൂ. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ്. നിങ്ങളെ ടൈമിങ് റെഡിയാവും. എങ്ങനെ? ടൈമിങ് റെഡിയാവും. ചോദിക്കാനുള്ള പേടി മാറും. ഇതൊക്കെ നിങ്ങളത് മാറും. ഇതൊക്കെ മാറണമെങ്കിൽ ഒരു ഓൺലി വൺ ഓപ്ഷൻ എന്താണ്? അതിനാകെ എത്ര വഴിയുള്ളൂ? IT അക്കാഡമിന്റെ ഐ ടി ഐയുടെ പ്രൊജക്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇതുവരെ നമ്മൾ പഠിച്ചു, വളരെ ഉഷാറായിട്ട് പഠിച്ചു. ഇനി ആ പഠിച്ചതിന് എന്ത് ചെയ്യാണ്? പ്രാക്ടിക്കൽ ആക്കാന് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാണ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ. എങ്ങനെ ചെയ്യും എന്നും ബാക്കിയുള്ള സപ്പോർട്ടുകളൊക്കെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഉഷാറായിട്ട് തരും. ഞാൻ എങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടായത് എന്നുള്ളത് പറഞ്ഞു തന്നത്. എന്തുകൊണ്ടാണ് പ്രൊജക്ട്? എല്ലാരും ചോദിക്കും, പല ഓഫീസിലും ഹോസ്പിറ്റലിലും നിങ്ങൾക്ക് പ്രൊജക്ട് ഓരല്ല ഉണ്ടാക്കി തരേണ്ടത്, സ്ഥാപനം ഉണ്ടാക്കി തരേണ്ടത്. ഉണ്ടാക്കി തരില്ല. ഇവിടുന്ന് പ്രൊജക്ട് ഉണ്ടാക്കി തരില്ല. ഇവിടുന്ന് പ്രൊജക്ട് ഉണ്ടാക്കി തന്ന പിന്നെ എങ്ങനെ നിങ്ങൾ പ്രൊജക്ട് ഉണ്ടാക്കാൻ പഠിക്കാം? നിങ്ങൾ എങ്ങനെ പഠിക്കൂല.
നിങ്ങൾക്ക് ആ ഘട്ടം വരുമ്പോ നിങ്ങൾ എല്ലാ സാധനവും ഉണ്ടാക്കും. നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിയും. പെർഫോമൻസ് ഉണ്ടാക്കാൻ കഴിയും. ഇതൊക്കെ കഴിയുമ്പോഴേ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. വാല്യൂ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അവിടെ നിൽക്കുമ്പോഴേ നിങ്ങളെ അത് കഴിഞ്ഞിട്ട് അവർ നിർത്തണമെങ്കിൽ നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ജോലി കിട്ടണമെങ്കിൽ അവിടെ പോയി അത് കഴിഞ്ഞ ശേഷം ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? അടുത്ത സ്ഥലത്ത് പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് ഉണ്ടാവണമെങ്കിൽ ഈ കോൺഫിഡൻസ് ഉണ്ടാവുമ്പോഴേ നമുക്ക് അടുത്ത മുന്നോട്ടുള്ള യാത്ര സുഖകരമായിട്ട് പോകാൻ പറ്റുള്ളൂ. പല കുട്ടികളും കോഴ്സ് കഴിഞ്ഞതിന് മുന്നേ തന്നെ പ്ലേസ്ഡ് ആവുന്നുണ്ട്. സത്യാണ് പറയില്ലേ? സത്യം. വെറുതെ പറയില്ല. ഒരു നുണയും പറയുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ പച്ചയായിട്ടുള്ള കാര്യം മാത്രം. ഇവിടെ നുണ പറഞ്ഞിട്ട് ഒരാളെ ഇവിടെ അഡ്മിഷൻ എടുക്കൂല. ഒരാൾ ഇവിടെ കൊണ്ടുവരൂല. ഇവിടെ വേണ്ടതില്ല. എണ്ണം കുറഞ്ഞാല് അത് മതി. അത്ര മതി. ഒരു പ്രശ്നമില്ല. നുണ പറഞ്ഞ് പലവർക്കും കൊടുക്കാം. ജോബ് തരാം, മറ്റേത് തരാന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കിട്ടൂല നിങ്ങൾക്ക്. വെറുതെ പറയാൻ കിട്ടൂല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കോണ്ടി കിട്ടൂല. ജോലി കിട്ടണമെങ്കിൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം. അതെങ്ങനെ ഉണ്ടാവുക? അത് ഞാൻ പഠിപ്പിച്ചു. അത് ഞാൻ പറഞ്ഞ നിങ്ങൾ ആക്ഷൻ ആക്കിയാൽ മതി. നിങ്ങളെ ലൈഫ് മാറും. ഇത്രേ ഉള്ളൂ. അത് മാറുന്നതോട് കൂടി ബാക്കിയുള്ള നിങ്ങളെ അക്കാഡമിക് കാര്യങ്ങളും കൂടി നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും മികച്ചതാണ്. നിങ്ങൾ എവിടൊക്കെ ചെന്നാലും അവിടൊക്കെ നിങ്ങൾ വിജയിക്കും. അതാണ് പ്രത്യേകത. നമ്മളെ വീട്ടില്, കുടുംബം എല്ലായിടത്തും നമ്മൾ പോലും അറിയാതെ വാല്യൂ ക്രിയേറ്റ് ആവുക. നമ്മൾ പോലും അറിയാതെ നമുക്ക് ബഹുമാനം കിട്ടുക. നമ്മളെ പരിഗണിക്കുക. നമുക്കൊരു ഒരു വാല്യൂ തരിക. ഇത് നമുക്ക് ഓട്ടോമാറ്റിക് എപ്പോഴേ കിട്ടിയതേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴാണോ നിങ്ങളുടെ ഇന്നർ വേൾഡ് റെഡി ആവുന്നത്, അപ്പൊ അത് ഇന്നർ വേൾഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങൾ ഔട്ടർ വേൾഡുകളെ കൂടെ പോകും. അല്ലെങ്കിൽ നമ്മൾ ആർക്കും വേണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ആകെ സാധാരണ പറയുന്ന പോലെ 3-4 പർപ്പസിനെ പറ്റുള്ളൂ. അത് ഞാൻ എന്താ നിങ്ങളോട് പറയണ്ടല്ലോ, നിങ്ങൾക്കറിയല്ലോ. അതിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. വേറെ ഒന്നിനും ഉപയോഗിക്കൂല. തുറന്നു പറയാം. വേറെ ഒന്നിനും ഉപയോഗിക്കൂല. നമ്മൾ എന്തിനാണ് അതിനെ ഉപയോഗിക്കുക? അടിവ പോലെ കയ്യേണ്ടി വരും. വേറെ ഒന്നും ഉണ്ടാവില്ല. അതിൽ കുറെ പൊട്ടലും ചീറ്റലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടാം. കാരണം എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ കുറെ വേദനകളും കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും പുറത്തേക്ക് ചാടിക്കാൻ ഒരു നിലക്കും സാധിക്കില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ. ഒരു കാര്യമില്ല. എല്ലാം മറ്റുള്ളവർക്കും മാത്രം വേണ്ടി ജീവിക്കുക. മറ്റുള്ളവരെ പരിഗണിക്കണ്ടെന്നോ മറ്റുള്ളവർക്ക് കാര്യം ചെയ്തു കൊടുക്കണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം. നമുക്ക് വേണ്ട ജീവിതം. നമ്മളെ ലൈഫും വേണ്ടേ നമുക്കൊരു സന്തോഷം ഉണ്ടാവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കല്യാണം കഴിഞ്ഞതിന് മുന്നേ എന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പൊ എന്റെ ഭംഗിയൊക്കെ പോയി. എന്താ കാരണം? പോയത് അറിയോ? ഞാനല്ല, എന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ നല്ല ഭംഗിയുണ്ട്, അതല്ല പറഞ്ഞത്. എന്റെ കാര്യമല്ല പറഞ്ഞത്. ഓരോരുത്തർ പറയുന്ന സാധനം. എന്താ പറ്റിയത്? അതൊന്നും ശരിയില്ല. എന്താ ഇപ്പൊ ഇത് ഇങ്ങനെ പോവന്നെ. ആ മറിമായത്തിൽ പറഞ്ഞ മാതിരി ഇങ്ങനെ പോവന്നെ. എന്താപ്പോ അങ്ങനെ പോവാ, കട്ടപ്പുറത്തായി അങ്ങനെ പോവാ. അന്നെ ഒരു കാര്യമില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് പോയി നോക്കി. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. ഇപ്പോഴും നിങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. നിങ്ങൾ ഓൺലൈനിലാണ്. നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി. എന്നിട്ടൊന്ന് പോയി നോക്കി നിങ്ങള്. കളിയാണ് മാറും. കളിയാണ് മാറും. ഗ്യാരണ്ടിയാ. ഇനിയിപ്പോ ഇതൊക്കെ കിട്ടി. നമ്മളെല്ലാരും ഒരു 10 മിനിറ്റ് കൂടി. എല്ലാരും എന്താ വെച്ചാല്, എല്ലാവർക്കും നമുക്കൊരു പ്രത്യേകത ഉണ്ട്. എല്ലാരും നമ്മളങ്ങനെ കളിയാക്കി നമ്മളിങ്ങനെ കരുതും ഓരോടൊക്കെ ഒന്ന് നമ്മൾ ഒരു വാശി തീർക്കാൻ നിൽക്കണ്ട. വാശി തീർത്താൽ നമുക്ക് നഷ്ടമാണ്. എങ്ങനെ അറിയങ്ങളെ? നമ്മൾ കരുതും ഒരു ജോലിയിൽ കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളം വെക്കാണ് കൊടുക്കണം. കൊടുക്കരുത്, 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 കൊടുക്കരുത്. ആർക്കും കൊടുക്കരുത്. അതിന് ഒരളവുണ്ട്. അതേ ചെലവാക്കാൻ പാടുള്ളൂ. ബാക്കി നിങ്ങളെ കാശാണ്. നിങ്ങളെ കാശാണ്. ചിലര് പറയും ഞങ്ങൾക്ക് ഈ അധ്വാനിച്ചു കൊടുക്കും. വേണ്ട, ഓൽക്ക് വേണ്ട, എനിക്ക് വേണം. ആർക്ക്? നിങ്ങൾക്ക് വേണം. നിങ്ങളെ കാശ്. നിങ്ങളെ കാശ് നിങ്ങൾക്ക് വേണം. ചെറുതോ വലുതോ എന്നുള്ളതല്ല. നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു തീരുമാനം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് വേണ്ടേ? വേണ്ടേ? നിങ്ങൾ ഒരു ഏക്കർ ഭൂമിയിൽ നിന്ന് വാങ്ങാനല്ല, ഒരു ചുരിദാർ എടുക്കാൻ, ഒരു ഇഷ്ടപ്പെട്ട ചുരിദാർ എടുക്കാൻ, അല്ലെങ്കിൽ ഒരു നല്ല മാക്സി എടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാൻ, ഇതിനൊക്കെ നിങ്ങൾ പോക്കറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ആ കാശ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കൊടുക്കരുത്. ചിലർക്കുണ്ട് ഒരു പരിപാടി എന്താ വെച്ചാൽ, ഇത് ആദ്യത്തെ ശമ്പളമാണ്, ഇത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിക്കും കംപ്ലീറ്റ്. എന്നിട്ട് വീണ്ടും ഇരക്കൽ തുടങ്ങും. ബസ്സിന് പൈസ ഇല്ല, ചെയ്യരുത്.
നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാല് മണി മാനേജ്മെന്റ്. ഇതും കൂടി പറയാം. മണി മാനേജ്മെന്റ്, സിമ്പിൾ മണി മാനേജ്മെന്റ് സിസ്റ്റം. അതായത് മണി മാനേജ്മെന്റ്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിനെ നമ്മളൊരു 5 ബക്കറ്റ് ആക്കണം. യെസ്, 5 ബക്കറ്റ് ആക്കണം. 60% നിങ്ങളുടെ 60% നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകാൻ. മീൻസ് അതായത് നിങ്ങളുടെ ബസ് ഫെയർ, നിങ്ങൾ വല്ല വണ്ടി എന്തെങ്കിലും ഇൻസ്റ്റാൾമെന്റ് എടുത്തു അത് അടക്കാന്, നിങ്ങൾ വല്ല കുറിയിൽ കൂടെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള 60%. നിങ്ങൾ എന്തെങ്കിലും ഫോൺ വാങ്ങി അതിന്റെ അടവടക്കാണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് 60%. അതായത് 10,000 രൂപ ഉണ്ടെങ്കിൽ 6,000 രൂപ അതിനുള്ളതാണ്. അതിന്ന് കഴിഞ്ഞോളം എല്ലാം. അതിന്ന് മിച്ചം വെച്ചാൽ വെരി ഗുഡ്. ഓക്കെ, അതിന്ന് മാക്സിമം ആണത്. അത് കഴിഞ്ഞിട്ട് 10% നിങ്ങള് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് വേണ്ടി മാറ്റിയേക്കും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് പഠിക്കാന് ഇനി കാരണം എന്താ, നമ്മള് പുതിയത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. പഠിക്കാന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 10% മാറ്റിക്കണം. 10% നിങ്ങളുടെ ഡിസാസ്റ്റർ ഫണ്ടാണ്. അതായത് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ, അതായത് നാളെ എനിക്ക് ജോലിയിലേക്ക് പോകേണ്ട അവസ്ഥ, ജോലി നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ക്രിയേറ്റ് ആയാൽ, പ്രഗ്നൻസി വരെ അസുഖം വരെ ഒക്കെ ആയി കഴിഞ്ഞാൽ, അന്ന് എനിക്ക് ഇതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് 10% 1,000 രൂപ മാറ്റിയേക്കണം. അടുത്തത് നമ്മളുടെ സമ്പാദ്യമാണ്. സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് 1,000 രൂപ മാറ്റി വെച്ചു, അത് ഈ ഇൻവെസ്റ്റ്മെന്റുകളും ഡിസാസ്റ്റർ ഫണ്ടുകളും തൊടാൻ പാടില്ല. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, നമുക്ക് ചില ആൾക്കാരുണ്ട്, ശമ്പളം കിട്ടിയ ശമ്പളത്തിനെല്ലാം കൂടെ ഒരു സ്വർണത്തിന്റെ എന്തെങ്കിലും ചെറിയൊരു സാധനമാണ്, എന്നിട്ട് വേറെ എന്തെങ്കിലും കാശുണ്ടാവില്ല. എന്നിട്ട് എന്ത് ചെയ്യും, അവസാനം ഈ സ്വർണം അങ്ങോട്ട് വിൽക്കേണ്ടി വരും. ഇഷ്ടപ്പെട്ട് വാങ്ങിയതിന് പക്ഷെ വിൽക്കേണ്ടി വന്നു. ഇല്ല, നിങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ച ഫണ്ടിനെ വാങ്ങാൻ പാടുള്ളൂ. ചെറുത് മതി, ഒരു കുഴപ്പമില്ല, ഇത് ശീലിക്കാം. 10%. ഇത് നീ ഗൾഫിൽ നിന്ന് ഭർത്താവ് കാശ് അയച്ചു തരാണെങ്കിലും ഇങ്ങനെ മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് എത്ര കാശ് അയച്ചെന്ന് വെച്ചാൽ എന്താ കാട്ടിയെന്നാ ചോദിക്കാം. മനസ്സിലായോ? എനിക്ക് ഇങ്ങനെ ചെയ്യണം. പിന്നെ അടുത്ത 10% നമ്മളെ എന്റർടൈൻമെന്റിലാണ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനോ, ഇതിന് പോവാനോ, എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാനോ, എന്തെങ്കിലും. അപ്പൊ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് ചിലപ്പോൾ എടുക്കാൻ കഴിയില്ല. 2 മാസം കയ്യിൽ എടുത്താൽ മതി. എല്ലാ മാസവും ഡ്രസ്സ് എടുക്കൂലല്ലോ, ഇല്ല. ഇത് മാറ്റാം. ഇതിന് ബാലൻസ് ഉണ്ടെങ്കിൽ ഇതിക്കൊക്കെ മാറ്റാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ സാധനത്തിന് അവിടെ കിടക്കണം. ഡിസാസ്റ്ററും ഈ സാധനം കിടക്കണം. ഏതിന് ബാലൻസ് ഉണ്ടെങ്കിലും നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റിക്ക് മാറ്റണം. ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഈ 10% നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാം. അവർക്ക് 1,000 രൂപക്കുള്ളൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കാം. ഇഷ്ടപ്പെട്ട എന്താ വാങ്ങിക്കൊടുത്തോ, കുഴപ്പമില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നാളെ ഒരു അവസ്ഥ വന്നാൽ, ജോലി ഇല്ലാത്ത കാശില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ, 2 വർഷമൊക്കെ നമ്മൾ വർക്ക് ചെയ്തിരിക്കും, നമ്മളെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് പറയും ഇന്റെ കാശൊന്നും ഇല്ലത്. അപ്പൊ നമ്മളോട് ഈ വാങ്ങിക്കൊടുത്ത ആൾക്കാരനെ എന്താ പറയാനോ, 2 കൊല്ലം പണിയെടുത്തില്ലേ, ഒരു പൈസ ഇല്ല എന്റെ അടുത്ത്, പിന്നെ എന്താ ജോലിക്ക് പോയിട്ട് കാര്യം. അപ്പൊ ആ ചീറ്റ് നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ ഈ സാധനം ഉണ്ടായിരിക്കണം. ഇതാണ് മണി മാനേജ്മെന്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, വെരി സിമ്പിൾ. ഇനി ഇതിലേറെ സിമ്പിൾ ഇതില്ല. അത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇത് നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളാണ്. ഇതൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തു നിന്നും നമ്മൾ വിഷമിക്കേണ്ടി വരും. ജോലി കിട്ടിയിട്ടുള്ള കാര്യം പറഞ്ഞത്. കിട്ടാത്തവർക്ക് ഗൾഫിൽ നിന്ന് ഹസ്ബൻഡ് ഇങ്ങനെ പൈസ അയച്ചപ്പോ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നാളെ ഹസ്ബൻഡിന്, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഒരു പരിഗണനയില്ല. ചിലവർ പറയും, എന്താ എന്റെ ഹസ്ബൻഡിന് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കണ്ടോ ഇല്ലയെന്നും കൂടി അറിയേണ്ട ആവശ്യമില്ല, പൈസ ഇങ്ങനെ അയക്കും, ഇങ്ങനെ പോകുന്നുണ്ട്, ഞാൻ എന്റെ ഇതിലും പോകുന്നുണ്ട്, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അവർക്കൊരു ആപത്ത് വരുന്ന സമയത്ത്, ഒരു പ്രയാസം വരുന്ന സമയത്ത് അവർ വിളിക്കുമ്പോ പറയണേ, നിങ്ങൾ ധൈര്യമായിട്ട് പോരി, ഞാൻ നിങ്ങൾ അയച്ച കാശ് മുഴുവൻ ചെലവാക്കിയിട്ടില്ല, കുറച്ച് കാശ് നമ്മളെ കയ്യിലുണ്ട്, അടുത്തൊരു പണി എന്തെങ്കിലും കിട്ടുന്നത് വരെ നമുക്ക് ഇവിടെ നിൽക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് പോയി എന്ന് പറയുമ്പോ, നിങ്ങൾക്ക് അതുവരെ തരാത്ത പരിഗണന ഉണ്ടല്ലോ, അയാൾ തരാൻ നിർബന്ധമായിട്ടും തരേണ്ടി വരും അയാൾ. കാരണം വെച്ചാൽ അയാൾ പോലും ആകെ അന്താളിച്ചു പോകും. ഇവളാള് സൂപ്പറാണ്, ഇവളാണ് ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്തിയത് എന്നുള്ളത്. അപ്പൊ അവിടെ വേറെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. അല്ല, ആ കിട്ടിയ കാശൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അപ്പോഴും ആ കുറ്റപ്പെടുത്തലും നമ്മളെ തലേക്ക് തന്നെയാണ് വരിക. അപ്പൊ ഫണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം? പഠിക്കണം, പഠിക്കണം. എല്ലാം പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ നമ്മൾ മനുഷ്യന്മാരെ. അപ്പൊ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, പ്രൊജക്ടിന് പോവുക, ഏറ്റവും ഉഷാറായിട്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത എന്തെങ്കിലും പ്രോഗ്രാമിൽ കണ്ടുമുട്ടുമ്പോൾ കാണാം. അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷനിൽ കേറിയാ കാണാം. അതിലുണ്ടാവും എന്തെങ്കിലും സംഭവം കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു.